നമസ്കാരം. ഭാരതാംബ ചിത്രവിവാദത്തെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളിൽ കേരള സർവകലാശാലയിൽ വിസിയും സെനറ്റും ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുകയാണ്. സസ്പെൻഷനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച രജിസ്ട്രാർ KS അനിൽകുമാർ ഹർജി പിൻവലിച്ചത് സെനറ്റിന്റെ അംഗീകാരം തനിക്കാണ് എന്ന കാരണത്താലാണ്. അപ്പോഴും വിസി ഡോക്ടർ സിസ തോമസ് രജിസ്ട്രാറിന്റെ കസേരയിലിരുത്തിയ മിനി കാപ്പൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ടില്ല. രണ്ട് രജിസ്ട്രാറുമായി നിൽക്കുന്ന കേരള സർവകലാശാലയിൽ ഇതുവരെ കണ്ടത് രാഷ്ട്രീയ പോരാണെങ്കിൽ ഇനി നിയമ പോരാട്ടത്തിനും സാധ്യത തെളിഞ്ഞു. രജിസ്ട്രാറിന്റെ പേരിലെ തർക്കം ഒരു നിയമ വടംവലിയിലേക്ക് നീങ്ങുമ്പോൾ ചാൻസലർ എന്ന നിലയിൽ ഗവർണറുടെ അധികാരമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. രജിസ്ട്രാറുടെ നിയമനാധികാരത്തെ ചൊല്ലി ഉടലെടുക്കുന്ന തർക്കത്തിൽ ഗവർണർ നേരിട്ട് ഇടപെടുമോ? ആരാകും അങ്ങനെയെങ്കിൽ സർവകലാശാല രജിസ്ട്രാർ? താൽക്കാലിക വിസി നിയോഗിച്ച താൽക്കാലിക വിസി എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഈ താൽക്കാലിക വിസിമാരൊക്കെ കൃത്യമായിട്ട് ചട്ടങ്ങളും നിയമങ്ങളും വായിച്ചു പഠിക്കാണ്ട് ഓരോന്നിരുന്ന് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അവരൊക്കെ തന്നെ കുറച്ച് സംയമനം പാലിച്ചുകൊണ്ട് അക്കാദമിക് കാര്യങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സർവകലാശാല കമ്മ്യൂണിറ്റിയെ സഹായിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ അതിഥികൾ കോൺഗ്രസിൽ നിന്ന് ശ്രീ BRM ഷഫീർ, CPIM-ൽ നിന്ന് ശ്രീ ജെയ്ക് തോമസ്, BJP-യുടെ ശ്രീ PR ശിവശങ്കർ, ഒപ്പം തന്നെ സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ ശ്രീ RS ശശികുമാർ എന്നിവരാണ്. ശ്രീ BRM ഷഫീർ, ഈ വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും തമ്മിൽ ഇപ്പോഴുടലെടുത്തിരിക്കുന്ന തർക്കത്തിൽ എന്താണ് കോൺഗ്രസിന്റെ നിലപാട്? ഞാനത് ചോദിക്കാൻ കാരണം, ഇപ്പോൾ രജിസ്ട്രാർ ആയിരുന്ന KS അനിൽകുമാർ അദ്ദേഹം കോടതിയിൽ നിന്ന് ഈ സസ്പെൻഷനെതിരെ അദ്ദേഹം നൽകിയ ഹർജി പിൻവലിച്ചത് സിൻഡിക്കേറ്റിന്റെ അംഗീകാരം തനിക്കുണ്ട്, അവർ തന്നെ സസ്പെൻഡ് ചെയ്തിട്ടില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടിയാണ്. കോൺഗ്രസിന്റെ അംഗം കൂടി ഉൾപ്പെടുന്ന സിൻഡിക്കേറ്റിന്റെ അംഗീകാരമാണോ രജിസ്ട്രാറായ KS അനിൽകുമാറിനുള്ളത്? ഇവിടുത്തെ പ്രശ്നം, ഈ കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അത് AKG സെൻറ്ററിൻ്റെ ഒരു പഠന ഗവേഷണ കേന്ദ്രമായിട്ടാണ് കുറേ കാലമായി പ്രവർത്തിച്ചു വരുന്നത്. മറുഭാഗത്ത് വിസിയും വൈസ് ചാൻസലറുമെല്ലാം അതിനേക്കാളും മുകളിൽ ചാൻസലർ ഉൾപ്പെടെയുള്ളവർ കേന്ദ്രത്തിൻ്റെ RSSൻ്റെ കൃത്യമായ ഇടപെടലോടുകൂടി തന്നെ കാവ്യവൽക്കരണത്തിന് വേണ്ടിയിട്ട് വളരെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയ നാടക വേദികളായിട്ട് സർവകലാശാലകൾ മാറുമ്പോൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ട കുട്ടികൾ ഈ സർവകലാശാലയിലെ ദുസ്ഥിതിയിൽ മനംനൊന്നുകൊണ്ട് അവർ വിദേശത്തേക്ക് കൂടുമാറുകയാണ്. ഗോപികൃഷ്ണൻ അറിയാമായിരിക്കും, കഴിഞ്ഞ കൊല്ലം തന്നെ ഏകദേശം ലക്ഷക്കണക്കിന് കുട്ടികളാണ് +2 വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഈ സർവകലാശാലകളിലൊന്നും തന്നെ കയറാതെ ഇവിടെ നിന്ന് പോകുന്നത്. എത്ര ഗുരുതരമാണ് നമ്മുടെ സർവകലാശാലകളുടെ സ്ഥിതിയെന്ന് അറിയണമെങ്കിൽ 13 സർവകലാശാലകളിൽ 12 ഒറിജിനൽ വിസി ഇല്ല, താൽക്കാലിക ചുമതലകളാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു ഗവൺമെൻറ്? 2 കോളേജുകൾ 66 പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ 66 സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ളത്. അതായത് എൻ്റെ ഒരു ചോദ്യം വളരെ ഡയറക്റ്റ് ആയിരുന്നു. ഇന്നലെ ഈ രജിസ്ട്രാറായി തുടരാൻ KS അനിൽകുമാർ പറഞ്ഞ സിൻഡിക്കേറ്റിന്റെ പിന്തുണ അതിൽ UDF-ന്റെ അംഗമുണ്ടോ? എൻ്റെ ചോദ്യത്തിൻ്റെ ഞാൻ ആ ചോദ്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഇതാണ് രാഷ്ട്രീയ പൊളിറ്റിക്കൽ സിനാറിയോ. ഇനി ഇവിടെ നടന്നത് എന്താണ്? ഇവിടെ നടന്നത് ശ്രീപത്മനാഭ സേവാ സമിതി എന്ന പേരിൽ ഒരു സംഘടന അടിയന്തരാവസ്ഥ വിരുദ്ധ വാർഷികം എന്ന നിലയിൽ സെനറ്റ് ഹാൾ ബുക്ക് ചെയ്യുന്നു. സെനറ്റ് ഹാൾ ബുക്ക് ചെയ്യുമ്പോൾ രജിസ്ട്രാറും വിസിയും എല്ലാം അടിയന്തരാവസ്ഥയ്ക്കെതിരല്ലേ എന്ന്, അത് ഇന്ദിരാഗാന്ധിക്കും കോൺഗ്രസിനും എതിരല്ലേ എന്ന കോൺഗ്രസിൽ എടുത്തുകൊണ്ട് 21 അംഗ നിർദ്ദേശവും എഴുതി വാങ്ങിക്കൊണ്ട് ആ ഹാൾ വിട്ടുകൊടുക്കുകയാണ്. അതിൻ്റെ പിറകിൽ ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സേവാ സമിതി എന്ന് പറഞ്ഞാൽ വേറൊരു തരത്തിൽ RSS തന്നെയാണ്. അതിന് വിട്ടുകൊടുക്കുകയാണ്. വിട്ടുകൊടുക്കുമ്പോൾ ഗവർണർ വരികയാണ്. അവിടെ ഒരു കരാറുണ്ടാക്കിയിട്ട് അതിനകത്ത് പറയുന്നുണ്ട് മതചിഹ്നങ്ങൾ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ ചിഹ്നത്തിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഗവർണർ വരുന്നതിന് മുമ്പ് തന്നെ ഭാരതാംബയുടെ ചിത്രം വയ്ക്കുന്നു. അവിടെ രജിസ്ട്രാർ പോയിട്ട് അതിന് ഇടങ്കോലെടുത്തു. ആ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നു. ആ സസ്പെൻഡ് ചെയ്യുന്നതിനെതിരായി അയാൾ ഹൈക്കോടതി പോകുന്നു. ഭാരതാംബയുടെ വിവാദത്തിൽ ഹൈക്കോടതി കൃത്യമായിട്ട് തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഉത്തരമില്ലാതെ ആകെ എളിഭ്യരാകുന്നു. അതിനുശേഷം നേരെ വന്നിട്ട് പിന്നെ വിസി റഷ്യയിലേക്ക് പോകുന്നു. ആ വിസി റഷ്യയിലേക്ക് പോകുമ്പോൾ താൽക്കാലികമായിട്ടവർക്ക് ചുമതല കൊടുക്കുന്നു. ആ ചുമതലപ്പെടുത്തിയ ആൾ ഈ പറയപ്പെടുന്ന രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്നു. സസ്പെൻഡ് ചെയ്തയാൾ കോടതിയിൽ പോകുന്നു. കോടതിയിൽ പോയതിനു ശേഷം ഹർജി പിൻവലിക്കുന്നു. ഈ നാടകങ്ങളെല്ലാം നടക്കുമ്പോൾ ഞങ്ങൾക്ക് കൃത്യമായിട്ട് പറയാനുള്ളത്, ഒന്ന്, വി സി
രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്ത നടപടി ചട്ടവിരുദ്ധമാണ്. 2, വി സിയുടെ സാന്നിധ്യത്തിലല്ലാതെ ജോയിന്റ് രജിസ്ട്രാർ ആ വേദിയിൽ ഇരുന്നത് അതിനേക്കാൾ വലിയ ചട്ടവിരുദ്ധം. എന്നിട്ടോ സസ്പെൻഡ് ചെയ്യപ്പെട്ട രജിസ്ട്രാറുടെ സസ്പെൻഷൻ പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവ് അവിടെ ഇപ്പോൾ വി സി ഇല്ലെങ്കിലും നടപടിയൊക്കെ എടുക്കാം. പക്ഷേ അത് വി സിയുടെ അംഗീകാരത്തിന് അനുസൃതമായിട്ട് മാത്രമേ തീരുമാനമാകത്തുള്ളൂ. അതാണ് ചട്ടവും നിയമവും. ഇവിടുത്തെ പ്രശ്നം ബി സിയുടെ അസാന്നിധ്യത്തിൽ മറ്റൊരാൾ രജിസ്ട്രാർ വേറൊരാളുടെ ചുമതല കൊടുക്കുന്നു, അയാളുടെ നേതൃത്വത്തിൽ ഇത് അംഗീകാരം കൊടുക്കുന്നു. ഇന്ന് ഹൈക്കോടതിയിൽ കേസ് വിളിക്കുന്നു. ഹൈക്കോടതിയിൽ കേസ് വിളിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ ചില തർക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. അവർ പറഞ്ഞു എങ്ങനെയാണ് ചാൻസുമായി പറഞ്ഞോട്ടെ ശ്രീ ബി ആർ എം ഷഫീർ, ഒന്നാമത്തെ കാര്യം ഇപ്പൊ താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ 2012 ഓഗസ്റ്റ് 3 കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ജയകൃഷ്ണൻ സിൻഡിക്കേറ്റ് യോഗം ബഹിഷ്കരിച്ച് ചേംബറിലേക്ക് പോയ സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്ന് UDFന്റെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ജോളി തോമസിന്റെ അധ്യക്ഷതയിൽ യോഗം ചേരുകയും 400 തീരുമാനങ്ങൾ പാസ്സാക്കുകയും ചെയ്തു. സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർക്കേണ്ടത് വൈസ് ചാൻസലർ ആണെങ്കിൽ പോലും യോഗം തുടരുന്നതിനിടെ VC ഇറങ്ങിപ്പോയാലും ആ തീരുമാനം വാലിഡാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സിൻഡിക്കേറ്റ് ഈ സസ്പെൻഷൻ പിൻവലിച്ചിട്ടുണ്ടെന്നും സിൻഡിക്കേറ്റിന്റെ പിന്തുണ തനിക്കുണ്ട് എന്നും പറഞ്ഞ് ഇന്ന് KS അനിൽകുമാർ ഈ കോടതിയിൽ കൊടുത്ത ഹർജി പിൻവലിച്ചു. എന്റെ ചോദ്യം ശ്രീ ബി ആർ എം ഷഫീർ, സർവകലാശാലയുടെ ഒരു മിനിറ്റ്, എന്റെ ചോദ്യം അനിൽകുമാർ പറഞ്ഞ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന സിൻഡിക്കേറ്റിൽ UDFന്റെ അംഗമുണ്ടോ? അതാണ് എന്റെ ചോദ്യം. അതിന് ഇതുവരെ താങ്കൾ മറുപടി പറഞ്ഞില്ല. 6 മിനിറ്റായി താങ്കൾ സംസാരിക്കുന്നു. അല്ല, ആ ചോദ്യത്തിന് മറുപടി പറയാന്നേ. അതിനു മുമ്പ് സർവകലാശാലയുടെ 10(13) ആ വകുപ്പ് പ്രകാരം ഏത് ഘട്ടത്തിൽ ഒരു പ്രതിസന്ധിയുടെ ഒരു ഘട്ടം വന്നാൽ ഏത് സമയത്തും VC ഭരണവും അധികാരവും പിടിച്ചെടുക്കാമെന്നുള്ളതാണ്. അഥവാ അധികാരം ഏത് സമയത്ത് വേണമെങ്കിലും എല്ലാവരുടെയും അധികാരം ഏറ്റെടുക്കാം VC എന്നാണ് സർവകലാശാലയുടെ 10(13) പറയുന്നത്. ആ അധികാരമാണ് സിസ തോമസ് ഉപയോഗിച്ചത്. ഇവിടെ ഞങ്ങളുടെ സിൻഡിക്കേറ്റ് മെമ്പർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ അത് ഒരു ചോദ്യമായിട്ട് വന്നു. ഞങ്ങളുടെ സിൻഡിക്കേറ്റ് മെമ്പർ അതിനകത്തുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പ്രശ്നം എന്താണ്? 2 കാര്യങ്ങളിലാണ് ഞങ്ങളുടെ കൺസേൺസ്. ഒന്ന്, രജിസ്ട്രാർ ഇൻ ചാർജ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്യപ്പെട്ട നടപടി, അഥവാ രജിസ്ട്രാറെ താൽക്കാലിക VC സസ്പെൻഡ് ചെയ്ത നടപടി ക്രമവിരുദ്ധം. കൃത്യമാണ്, എൻ്റെ ഉത്തരം കൃത്യമാണ്. സസ്പെൻഡ് ചെയ്ത് രജിസ്ട്രാറെ ഒരു കാരണവും കൂടാതെ അദ്ദേഹത്തിൻ്റെ വിശദീകരണം പോലും തേടാതെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത താൽക്കാലിക VCയുടെ നടപടി ക്രമവിരുദ്ധം. ആ ക്രമവിരുദ്ധം ആകുമ്പോൾ തന്നെ VC ഇറങ്ങിപ്പോയതിന് ശേഷം വേറൊരാൾക്ക് ചുമതല കൊടുത്തുകൊണ്ട് അയാളുടെ സസ്പെൻഷൻ പിൻവലിച്ച സിൻഡിക്കേറ്റിന്റെ നടപടിയും ക്രമവിരുദ്ധമാണ്. അതിൽ UDF അവിടെയാണ് എന്റെ ചോദ്യം ശ്രീ ബി ആർ എം ഷഫീർ. ഒന്നാമത്തെ കാര്യം, താങ്കൾ പറഞ്ഞ 10(13) എന്ന ക്ലോസ് പ്രകാരം ശരിയാണ്, വേണമെങ്കിൽ നയപരമല്ലാത്ത ഏതെങ്കിലും തീരുമാനം അടിയന്തര സാഹചര്യത്തിൽ വൈസ് ചാൻസലർക്ക് എടുക്കാം. പക്ഷെ അതിനോട് തൊട്ട് ചേർന്ന് വരുന്ന 10(13) തന്നെ പറയുന്നു, സിൻഡിക്കേറ്റ് യോഗത്തിൽ വെച്ച് വൈസ് ചാൻസലർ തന്റെ തീരുമാനത്തിന് സർവകലാശാലയുടെ അന്തിമ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയായ സിൻഡിക്കേറ്റിന്റെ അനുമതി വാങ്ങണം. അത് താങ്കൾക്കറിയാമല്ലോ. മാത്രമല്ല 10(14) അനുസരിച്ച് അച്ചടക്ക നടപടി എടുക്കാനും പാടില്ല. ഇനി എന്റെ ചോദ്യം, താങ്കൾ പറഞ്ഞത് വൈസ് ചാൻസലർ ഇറങ്ങിപ്പോയ ശേഷം ഉണ്ടായിരുന്ന, അതായത് ഈ ചുമതല വഹിച്ചിരുന്ന ആൾ, ജോയിന്റ് വൈസ് ചാൻസലർ അടക്കം, ജോയിന്റ് രജിസ്ട്രാർ അടക്കമുള്ളവർ ചേർന്നെടുത്ത തീരുമാനം അത് വാലിഡ് അല്ലെങ്കിൽ, ഞാൻ പറയുന്നത് ഇതേപോലെ ഒരു തീരുമാനം UDF അംഗങ്ങൾ എടുത്തിട്ടുണ്ട് 2012 ഓഗസ്റ്റ് 3. അന്ന് വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ ജയകൃഷ്ണൻ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ നിങ്ങളുടെ അംഗങ്ങൾ ചേർന്ന് 400 തീരുമാനങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. അത് വാലിഡ് ആയിരുന്നു. അപ്പോൾ പിന്നെ എങ്ങനെ ഈ സിൻഡിക്കേറ്റ് യോഗം വാലിഡ് ആകാതിരിക്കുന്നത്? ഒരു മിനിറ്റ്, 400 അല്ല 4000 തീരുമാനങ്ങൾ മുമ്പിനാലെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടത് തന്നെയാണ്. ഇവിടുത്തെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. ഞാൻ അതിനകത്ത് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു, അനിൽകുമാറിനെ താൽക്കാലിക ചുമതലയുള്ള VC അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത നടപടി ക്രമവിരുദ്ധം, തെറ്റില്ലല്ലോ. 2, VC ഇറങ്ങിപ്പോയതിനു ശേഷം അതിനകത്ത് ജോയിന്റ് രജിസ്ട്രാറിന്റെ ചുമതലയുള്ളയാൾ തുടർന്നത് അതിനേക്കാൾ വലിയ ചട്ടവിരുദ്ധം. ഇനി VC ഇറങ്ങിപ്പോയതിനു ശേഷം യോഗം തുടരുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ആ യോഗ തീരുമാനം നടപ്പിൽ വരണമെങ്കിൽ VCയുടെ കൺകറന്റ് വേണം. അത് താങ്കൾക്കറിയാമല്ലോ. സിൻഡിക്കേറ്റ് ഒരു തീരുമാനമെടുത്താൽ മാത്രം അത് കൃത്യമായി തന്നെ ഓർഡർ ആകുന്നില്ല. അത് ഈ പറയപ്പെടുന്ന ഇറങ്ങിപ്പോയ VC കൃത്യമായിട്ട് തന്നെ അംഗീകാരം നൽകണം. ശരി, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യമുണ്ട്. ആ സിൻഡിക്കേറ്റ് യോഗം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് UDF അംഗം പറഞ്ഞത് എന്താണെന്നൊന്ന് കേൾക്കാം നമുക്ക്. UDF അംഗത്തിനോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന്. അല്ല, അത് ഞാൻ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ്. ആ കോടതിയുടെ പരിഗണന അനുസരിച്ചിട്ട് കോടതിയുടെ പരിഗണന
കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യം, അത് കോടതിയുടെ നാളെ പരിഗണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാം. ഞാൻ പറഞ്ഞു, ഇത് നമ്മൾ അതിനെക്കുറിച്ച് എനിക്കിപ്പം എന്തറിയോ, കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ ഇപ്പം നമുക്ക് പറ്റുന്ന ഒരു കാര്യമല്ല. ഒന്നും തീരുമാനമായില്ല. ഇന്നത്തെ യോഗത്തിൽ തീരുമാനമൊന്നും ആയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് കോടതിയിൽ ഇരിക്കുന്ന ഒരു കാര്യമാണ്. അത് കോടതി ഇന്നത്തെ യോഗത്തിൽ തീരുമാനമൊന്നുമായില്ല, കോടതിയിലാണല്ലോ വിഷയം, അപ്പോൾ തീരുമാനിക്കാം എന്നാണ്, കോടതി പരിഗണിക്കട്ടെ എന്നാണ് UDF അംഗം പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ സിൻഡിക്കേറ്റ് ഈ രജിസ്ട്രാറായ KS അനിൽകുമാർ തുടരാനെടുത്ത തീരുമാനത്തിനൊപ്പം UDF അംഗം ഉണ്ടായിരുന്നില്ല എന്നല്ലേ അതിന്റെ അർത്ഥം? എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ UDF അംഗം പറഞ്ഞ എന്താണ്, അവിടെ ഒരു തീരുമാനവും, നയപരമായ ഒരു തീരുമാനവും എടുത്തില്ല. അത് കോടതി തീരുമാനിക്കട്ടെ. കോടതിയിൽ രാവിലെ കേസ് അത് സംബന്ധിച്ച് വിളിച്ചപ്പോൾ ഹർജി പിൻവലിച്ചു. ഹർജി പിൻവലിച്ചു കഴിഞ്ഞാൽ അതിന്റെ കോണ്ടക്സ്റ്റ് അവിടെ നിലനിൽക്കുന്നില്ല എന്നാണ്. പിന്നെ കോടതിക്കൊന്നും ചെയ്യാനില്ല. അത് വീണ്ടും നേരെ എവിടെ വരികയാണ്? BCയുടെ മുമ്പിൽ വരികയാണ്. BCയുടെ മുമ്പിലേക്ക് വരുന്ന ഒരു തർക്കം അവർ നേരെ തട്ടി ഗവർണറായ ചാൻസലറുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കും. ചാൻസലർ എന്ത് ചെയ്യും? നാളെയോ മറ്റന്നാളോ ഈ സിൻഡിക്കേറ്റ് പിരിച്ചുവിട്ടാൽ അത് തീരുമാനമായിട്ട് അങ്ങ് മാറും. അവിടെ ഒരു കാര്യമുണ്ട് ശ്രീ BRM ഷിഫിർ. കോടതിയുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു കാര്യത്തിൽ ഹർജി പിൻവലിക്കാൻ ഹർജിക്കാരൻ തീരുമാനം കോടതിയെ അറിയിച്ചത് എന്ത് പറഞ്ഞാണ്? എന്റെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് പിൻവലിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ ഹർജി ഞാൻ പിൻവലിക്കുന്നു. കോടതി അതിന് ഈ ഹർജിക്കാരൻ അനുവാദം നൽകുന്നു. അപ്പോൾ വൈസ് ചാൻസലറുടെ അഭിഭാഷകൻ ചോദിക്കുന്നു, ഈ ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉന്നയിക്കുമ്പോൾ പറയുന്നു അത് കൺസേൺഡ് അതോറിറ്റീസ് പരിഗണിക്കട്ടെ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. എന്റെ ചോദ്യം അതാണ്. ഇതോടുകൂടി KS അനിൽകുമാർ രജിസ്ട്രാറായി തുടർന്നതിന് നിയമപരമായ അനുമതി കിട്ടി എന്ന വ്യാഖ്യാനമുണ്ടോ? അതല്ല ഇപ്പോഴും ഇതൊരു ഇല്ല, അങ്ങനെയില്ല. ഇല്ല. ശരി എന്ന് ഞാൻ വരാം. ഞങ്ങളുടെ പ്രശ്നം, ഞങ്ങളുടെ കൺസേൺ എങ്ങനെയാണ്? അനിൽകുമാറിനെ അനധികൃതമായി സസ്പെൻഡ് ചെയ്ത നടപടി ചട്ടവിരുദ്ധമാണ്. ആ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി ഹർജി പിൻവലിച്ചത് അതിനേക്കാൾ വലിയ തെറ്റാണ്. അതിന് ഇപ്പൊ എന്താ സംഭവിച്ചെന്നറിയോ? സംഭവിച്ചത് താങ്കൾ പറയുകയും അതേസമയം തന്നെ അനിൽകുമാറിനെ അതേ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുന്ന സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ പിന്തുണയിൽ UDF അംഗം ഇല്ല. കാരണം അതായത് ഒരേ പോയിന്റിൽ, ഒരേ കാര്യത്തിൽ നിങ്ങൾ രണ്ട് അഭിപ്രായമാണ്, രണ്ട് നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഒന്ന്, അനിൽകുമാറിനെതിരെ എടുത്തിരിക്കുന്ന നടപടി ചട്ടവിരുദ്ധമായ. രണ്ട്, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ UDF അംഗം ഒരു നിലപാട് സ്വീകരിച്ചില്ല. ഗോപികൃഷ്ണ പറയേണ്ട കാര്യം ഗോപികൃഷ്ണനോട് ഞാൻ പറയുന്നു. ചട്ടവിരുദ്ധമായ കാര്യം ഒരു VC ചെയ്താൽ അത് ചട്ടവിരുദ്ധം. എന്നാൽ ചട്ടവിരുദ്ധമായ ഒരു തീരുമാനം VC എടുത്തു എന്ന പേരിൽ പിന്നീട് യോഗം തുടർന്നിട്ട് ആ വേറൊരാളിനെ ചുമതല കൊടുത്തിട്ട് സസ്പെൻഷൻ പിൻവലിച്ചു എന്ന് പറയപ്പെടുന്ന കാര്യം അതിനേക്കാൾ വലിയ ചട്ടവിരുദ്ധം. ശരി, ഞാൻ വരാം. ഞാൻ വരാം. BJP പ്രതിനിധി, ഞാൻ മനസ്സിലായി. BJP പ്രതിനിധി ശ്രീ PR ശിവശങ്കർ നമ്മളോടൊപ്പമുണ്ട്. ശ്രീ PR ശിവശങ്കർ, താങ്കളുടെ അറിവിൽ ഇപ്പോഴാരാണ് കേരള സർവകലാശാലയുടെ രജിസ്ട്രാർ പദവിയിൽ ഇരിക്കുന്നത്? ഞാൻ അതിന് ഉത്തരം പറയുന്നതിന് മുൻപ് ഇത് BRM പറഞ്ഞ കാര്യങ്ങളോടും അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ അവിടെ നടന്ന കാര്യങ്ങളും കൂടി എക്സ്പ്ലെയിൻ ചെയ്താലേ ഒരുപക്ഷെ ഗോപികൃഷ്ണനും ഒരുവിധം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ നിയമപരമായ കുറച്ച് കാര്യങ്ങളൂടി ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഒന്ന്, ഈ 6-ാം തീയതിയിലത്തെ അജണ്ട, ഈ സെനറ്റിൻ്റെ അജണ്ട, finalize the statement of fact to be filed before the Honorable High Court of Kerala, WPC 24/7/24/24 of 25 എന്നുള്ള ഒരു കേസിൻ്റെ ഡീറ്റെയിൽ ആയിരുന്നു. എന്തുകൊണ്ടാണ്? നേരത്തെ പറഞ്ഞതുപോലെ രജിസ്ട്രാർ ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തിരുന്നു. ആ കേസ് കൊണ്ടിന് 5 റെസ്പോണ്ടൻ്റാണ് ഉണ്ടായിരുന്നത്. അത് കേരള ഗവൺമെൻറ്റും യൂണിവേഴ്സിറ്റി VC രജിസ്ട്രാറൊക്കെ. അപ്പോൾ ഈ രജിസ്ട്രാറിൻ്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഇത് വരണമെങ്കിൽ ഈ സിൻഡിക്കേറ്റിൻ്റെ എല്ലാവരും ചേർന്നുകൊണ്ട് ഡിസിഷൻ എടുത്താലേ അതിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലിന് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. 11 മണിക്ക് സിൻഡിക്കേറ്റ് കൂടി. അതിനുശേഷം 2.5 മണിക്കൂർ ചർച്ച ചെയ്തിട്ടും അവിടെ തീരുമാനങ്ങളായില്ല. കാരണം ഇതിൽ വലിയ തർക്കങ്ങൾ നടന്നു. ഇതാദ്യം വേണ്ടത് ഈ രജിസ്ട്രാറെ തിരിച്ചെടുക്കുകയാണ് എന്ന വാദവും ഉന്നയിച്ചു. അജണ്ട അതല്ല, ഇതിന് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ടതാണ്. കാരണം നേരത്തെ ഹൈക്കോടതിയിലിരിക്കുന്ന കേസാണ്, അതിന് സംസ്ഥാനത്തെ ഒരു VCക്കോ അല്ലെങ്കിൽ അതേപോലെ തന്നെ സെനറ്റിനോ ഡിസിഷൻ എടുക്കാൻ പറ്റില്ല എന്ന വാദമുഖമായിരുന്നു. 2.5 മണിക്കൂറിന് ശേഷം ഈ കമ്മിറ്റി ഇനി തീരുമാനം എടുക്കാൻ പറ്റാമെന്ന് പറഞ്ഞ് VC ആ യോഗം പിരിച്ചുവിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. അതിൻ്റെ കൂടെയാണ് ഈ പറയുന്ന UDFൻ്റെയും BJPയുടെയും പ്രതിനിധികൾ ഇറങ്ങിപ്പോകുന്നതും മറ്റുള്ളവരവിടെ കൂടുന്നതും.
അങ്ങനെ പിരിച്ചുവിട്ട അല്ലെങ്കിൽ VC ഇറങ്ങിപ്പോയ ആ ഒരു യോഗത്തിൻ്റെ തീരുമാനങ്ങൾ എങ്ങനെയാണ് യോഗ തീരുമാനമായി അംഗീകരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതുമാത്രമല്ല ആ അജണ്ട, ആ സെനറ്റിൻ്റെ അജണ്ട പോലും ഇതൊന്നുമല്ല, അജണ്ടയിൽ ഇല്ലാത്ത ഒരു കാര്യം എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? അതുകൊണ്ട് ഒരു സംശയവുമില്ല, രജിസ്ട്രാറായിട്ട് അനിൽകുമാറിന് അവിടെ വീണ്ടും വരുവാനായിട്ടുള്ള യാതൊരു നിയമപ്രകാരമുള്ള കാരണവുമില്ല, ഒരു സംശയവുമില്ല. രണ്ട്, ഇത് മാത്രമല്ല, അല്ലെങ്കിലും അനിൽകുമാർ അവിടെ ഇരിക്കാൻ യാതൊരു യോഗ്യതയുമില്ല. കാരണം ഗോപികൃഷ്ണൻ അറിയാമല്ലോ, ഇദ്ദേഹം എവിടുത്തെ പ്രിൻസിപ്പാളാണ്? ശാസ്താംകോട്ട ദേവസ്വം കോളേജിലെ പ്രിൻസിപ്പാളാണ്. എങ്ങനെയാണ് ഒരു എയ്ഡഡ് കോളേജിലെ പ്രിൻസിപ്പാൾ ഒരു യൂണിവേഴ്സിറ്റിയുടെ ഒരു ഓഫീസിലേക്ക് വരുന്നത്? ഡെപ്യൂട്ടേഷനല്ലേ നോർമലി വരേണ്ടത്? ഡെപ്യൂട്ടേഷൻ ഇൻ ബിറ്റ്വീൻ ദ 2 ഗവൺമെൻറ് ഓഫീസസ്. എയ്ഡഡ് സ്കൂളിലെ ഒരു അധ്യാപകനോ അല്ലെങ്കിൽ പ്രിൻസിപ്പാളിനോ എങ്ങനെയാണ് അദ്ദേഹം കൊണ്ട് അദ്ദേഹത്തിന്റെ യോഗ്യത പരിശോധിക്കുന്നതിന് തൊട്ട് മുൻപ് ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഇതിലെ നിയമപരവും സാങ്കേതികമായ കാര്യങ്ങളിൽ ചില സംശയങ്ങളുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ആരാണ് ശ്രീ PR ശിവശങ്കർ ഈ രജിസ്ട്രാറുടെ നിയമനാധികാരി? അല്ല, ഞാൻ പറയുന്നത് അത് ഗവർണറാണ്. അതിനെതിരെ കേസുണ്ട്. ഞാൻ പറയുന്നത് ഇപ്പൊ താങ്കൾ പറഞ്ഞത് അദ്ദേഹത്തിനെതിരെ ഈ യോഗം പിരിച്ചുവിട്ട നിയമനാധികാരി, അതിലാണ് അതിലെ തർക്കം. ഇതിന്റെ നിയമനാധികാരം സിൻഡിക്കേറ്റിനാണെന്നും ആ നിയമനാധികാരമുള്ള സിൻഡിക്കേറ്റിന്റെ പിന്തുണ തനിക്കുണ്ടെന്നും അതുകൊണ്ട് സസ്പെൻഷൻ നടപടിക്കെതിരെ എനിക്ക് പരാതിയില്ല, സസ്പെൻഷൻ പിൻവലിച്ചു എന്ന് പറഞ്ഞാണ് കോടതിയിൽ നിന്ന് ഹർജി പിൻവലിച്ചിരിക്കുന്നത്. മാത്രമല്ല, നിയമനാധികാരം ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ സസ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിന് യോഗ്യത സംബന്ധിച്ച കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതിന് മുൻപ്. പിന്നെ യോഗം പിരിച്ചുവിട്ട കാര്യം, സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്ന് വൈസ് ചാൻസലർ ഡോക്ടർ സിസ തോമസ് ഇറങ്ങിപ്പോകുമ്പോൾ അവിടുത്തെ സീനിയർ അംഗമായ പ്രൊഫസർ PM രാധാമണിയുടെ അധ്യക്ഷതയിൽ യോഗം തുടരുകയും സസ്പെൻഷൻ റദ്ദാക്കുകയും ഈ വിഷയം പരിശോധിക്കാൻ ഡോക്ടർ ഷിജു ഖാൻ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ഒരു 3-അംഗ കമ്മിറ്റിക്ക് രൂപം കൊടുക്കുകയും ചെയ്തു. ഇതുപോലെ സമാനമായ സാഹചര്യത്തിൽ മുൻപ് വൈസ് ചാൻസലർ ഇറങ്ങിപ്പോകുമ്പോൾ 400ഓളം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ പാസാക്കി UDF അതിന് നിയമപ്രാബല്യം കിട്ടി. സ്റ്റാറ്റ്യൂട്ടും ആക്റ്റും പറയുന്നതനുസരിച്ച് ഈ കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ കുഴപ്പമില്ല എന്ന് പറയുന്നു. കോടതി അക്കാര്യത്തിൽ ഇടപെട്ടിട്ടുമില്ല. ശ്രീ PR ശിവശങ്കർ, പിന്നെ എങ്ങനെയാണ് KS അനിൽകുമാർ രജിസ്ട്രാറായി തുടർന്നത് നിയമപരമായി നിലനിൽക്കില്ല എന്ന് താങ്കൾ വാദിക്കുന്നത്? ഞാൻ 2 കാര്യം പറഞ്ഞത്, ഇദ്ദേഹത്തിൻ്റെ ആദ്യ നിയമനം തന്നെ നിയമത്തിന് എതിരാണ് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാണ്ട് ഇത് സിൻഡിക്കേറ്റ് ചെയ്തോ VC ചെയ്തോ ഗവർണർ ചെയ്തോ എന്നുള്ളതല്ല പ്രശ്നം. ഇദ്ദേഹത്തിൻ്റെ നിയമനം ആദ്യമായി തന്നെ അത് ബേസിക്കലി ഇദ്ദേഹം അവിടെ ഇരിക്കാൻ ക്വാളിഫൈഡ് അല്ല എന്നാണ്. ഡെപ്യൂട്ടേഷനിൽ വരണം, അത് സാധ്യമല്ല എന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് ഇത് സിൻഡിക്കേറ്റ് നിയമിച്ചാലും VC നിയമിച്ചാലും ഗവർണർ നിയമിച്ചാലും അത് കോടതിയിൽ ചോദ്യം ചെയ്താൽ അദ്ദേഹത്തിന് ആ ജോലിയിൽ ഇരിക്കാൻ അവകാശമില്ല എന്നതാണ്. അല്ലാണ്ട് ഈ വിധിയുടെ കാര്യമല്ല. 2, അവിടെ VC ഇറങ്ങിപ്പോയതും ഒരൊറ്റ അജണ്ടയുമേ തുടങ്ങുന്ന സെനറ്റ് യോഗത്തിൽ പിരിച്ചുവിട്ടതും ആ യോഗമേ നിർത്തിവെച്ച് പോയതും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അത് കീഴ്വഴക്കവുമല്ല, നിയമപരമായി നിൽക്കുന്നതുമല്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല, അങ്ങനത്തെ നിയമവുമില്ല. അപ്പോൾ ഇത് രണ്ടാണ്. താങ്കൾ സൂചിപ്പിക്കുന്ന രണ്ടും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇത് VC, പിന്നെ അടുത്ത കാര്യം, ഒന്ന് VC ഇല്ലെങ്കിൽ VC നിർദ്ദേശിക്കപ്പെടുന്ന രജിസ്ട്രാറിന് നിൽക്കാം. ഇത് VC അവിടെ ഉണ്ടായിരുന്നതും VC നിയമപ്രകാരം അവിടെ ചർച്ച തുടങ്ങിയതും അത് തുടങ്ങാൻ പറ്റില്ല എന്ന് അനൗൺസ് ഇറങ്ങിപ്പോയത്. അല്ല ശ്രീ ശിവശങ്കർ, താങ്കൾ പറഞ്ഞതെല്ലാം ഞാൻ കേൾക്കുന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, കോടതിയിൽ ഈ വിഷയം വന്ന് ഈ ഹർജി പിൻവലിക്കാൻ നോക്കിയപ്പോൾ VCക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ എതിർത്തു. പക്ഷെ കോടതി അക്കാര്യം അംഗീകരിച്ചിട്ടില്ല. അപ്പൊ അത് എന്തിന്റെ സൂചനയാണ്? ഏത് അംഗീകരിച്ചിട്ടില്ലെന്ന്? അതായത് VC ഇപ്പോ ഈ രജിസ്ട്രാർ ആയിരുന്ന KS അനിൽകുമാർ അദ്ദേഹത്തിന്റെ ഹർജി പിൻവലിച്ചപ്പോൾ അതിലെ എതിർപ്പുകൾ VCയുടെ അഭിഭാഷകൻ രേഖപ്പെടുത്തി. അപ്പോൾ കോടതി പറഞ്ഞു അത് നിങ്ങൾ കൺസേൺ അതോറിറ്റിയോട് പറയൂ എന്ന് പറഞ്ഞാൽ അത് ആ കേസ് തീർപ്പാക്കുകയാണ് ചെയ്തത് കോടതി. അല്ല, കേസ് തീർപ്പാക്കുകയല്ല. ഒരു പെറ്റീഷണർ ആ കേസ് പിൻവലിച്ചുകൊണ്ട് പോയാൽ പിന്നെ അതിനെ തീർപ്പാക്കുന്നത്? കോടതിയുടെ മുമ്പിൽ ഒരു കേസ് നിലവിലില്ല. അപ്പോ അല്ല ശരി, അങ്ങനെയാണെങ്കിൽ എനിക്ക് മനസ്സിലായി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആ പരാതി, ആ പെറ്റീഷൻ പിൻവലിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ കാരണം എന്താണ്? സസ്പെൻഷനെതിരെയായിരുന്നു എന്റെ കേസ്, പക്ഷേ ആ സസ്പെൻഷൻ നടപടി എന്നെ ഉത്തരവാദിത്തപ്പെട്ട എന്നെ നിയമിച്ച സിൻഡിക്കേറ്റ് അത് പിൻവലിച്ചിരിക്കുന്നു, ആ സസ്പെൻഷൻ നടപടി പിൻവലിച്ചിരിക്കുന്നു. ആ കാരണം പറഞ്ഞാണ് അദ്ദേഹം ആ കേസിൽ നിന്ന് പിൻവാങ്ങുന്നത്, അല്ലെ, പെറ്റീഷൻ പിൻവലിക്കുന്നത്. അപ്പോൾ അതിനെ എതിർത്തു VCയുടെ അഭിഭാഷകൻ. അത് കോടതി ഗൗനിച്ചില്ല. അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹത്തിന്റെ പെറ്റീഷൻ ഹൈക്കോടതിയിൽ നിലനിൽക്കുമ്പോൾ സെനറ്റിന് അവിടെ അദ്ദേഹത്തെ തിരിച്ചെടുക്കാൻ പറ്റില്ല നിയമപരമായി. കാരണം ഹൈക്കോടതിയിൽ നിലവിലുള്ള കേസാണ്. ഇത് പിൻവലിച്ചാൽ മാത്രമേ പറ്റുള്ളൂ. പിൻവലിച്ചപ്പോഴത്തേക്കും ആണ് ഇവിടെ ചെയ്യുന്നതാണ് ടെക്നിക്കലി ശരിയല്ല. കാരണം അദ്ദേഹം പിൻവലിച്ചതാണ് പറയാൻ പറ്റുള്ളൂ. അവിടെ കേസ് സെനറ്റില് അപ്പൊ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് നിയമപരമായി നിലനിൽക്കില്ല.
അല്ല സിൻഡിക്കേറ്റ് കേസ് അവിടെ നിലനിൽക്കുമ്പോൾ സെനറ്റിന് അദ്ദേഹത്തെ സിൻഡിക്കേറ്റ് ആണ് കേട്ടോ. സിൻഡിക്കേറ്റിനെ എടുക്കാൻ പറ്റില്ല. അതെ അതെ അതെ, സിൻഡിക്കേറ്റിനെ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ കേസ് പിൻവലിച്ചുകൊണ്ട് അദ്ദേഹത്തെ മുൻകാല പരമത്തെ എടുക്കാൻ പറ്റുന്നത്. ശരിക്കും അവിടെ ഹൈക്കോടതിയിൽ കേസ് ഉള്ളപ്പോൾ ഇദ്ദേഹത്തിനെ അവിടെ തിരിച്ചെടുക്കാനുള്ള അതിന് അധികാരമില്ല, അല്ലെങ്കിൽ തന്നെ അധികാരമില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ VC ഇറങ്ങിപ്പോവുകയും VCയുടെ അനുവാദമില്ലാതെയാണ് ആ സെനറ്റ് അവിടെ സിൻഡിക്കേറ്റ് അവിടെ കൂടുന്നത്. അപ്പോൾ അതിനും പറ്റില്ല. അപ്പം നിയമപരമായി 2 കാരണം കൊണ്ടും പറ്റില്ല. പക്ഷേ കേസ് അദ്ദേഹത്തിന് പിൻവലിച്ചുകൊണ്ട് പോയത് കൊണ്ട് അദ്ദേഹത്തിന് അത് പ്രശ്നമില്ല, കോടതിക്ക് അത് ഇടപെടേണ്ട ആവശ്യമില്ല. കാരണം ഈ പെറ്റീഷണർ കൊടുത്ത ആൾ തന്നെ പിൻവലിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നിയമപരമായി ഇതിൽ നിലനിൽക്കില്ല എന്ന് പറയുന്നത്. ഞാൻ മറ്റൊരു കാരണം പറഞ്ഞത് ഡെപ്യൂട്ടേഷൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ശ്രീ അനിൽകുമാറിന് അവിടെ നിൽക്കാനും പറ്റുകയില്ല എന്ന കാര്യവും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇദ്ദേഹം പറഞ്ഞതിൽ മറ്റ് രണ്ട് തെറ്റുകൾ കൂടിയുണ്ട്. തെറ്റല്ല, ഒരു വ്യത്യസ്തം കൂടിയുണ്ട്. സംസ്ഥാനത്തെ ഹൈക്കോടതി ഈ പറയുന്ന ഭാരതാംബ വിഷയത്തിൽ 2 ഉത്തരങ്ങൾ കൂടി പറഞ്ഞിരുന്നു. ഒന്ന്, സാരി ഉടുത്ത ഒരു സ്ത്രീ എന്നൊക്കെ പറയുന്നത് ശരിയാണോ ഭാരതാംബയുടെ ഫോട്ടോന് എന്ന് പറഞ്ഞു. പിന്നെ 2, അദ്ദേഹം ചോദിച്ചത് ഏത് മതചിഹ്നം, ഭാരതാംബ മതചിഹ്നമാണോ എന്നും ഹൈക്കോടതി ചോദിച്ചതായിട്ട് നമ്മൾ വാർത്തയിലും കണ്ടു, അതിൻ്റെ മറ്റുള്ള റിപ്പോർട്ടിങ്ങിലും കണ്ടിരുന്നു. അപ്പോൾ ഇതൊന്നും പൂർണ്ണമായി ഹൈക്കോടതി അംഗീകരിച്ചു എന്ന കോൺഗ്രസ് നേതാവിൻ്റെ വാദമുഖവും ശരിയല്ല എന്നുകൂടി ഞാനിത് പറയുന്നു. അതുകൊണ്ട് സംസ്ഥാനത്ത് നിരന്തരമായി അല്ലല്ല താങ്കൾ ശരി എന്നാൽ ഞാൻ പിൻവലിച്ചു. ഞാൻ അങ്ങനെ ആയിരിക്കും കേട്ടത്. ഞാൻ പിൻവലിക്കുന്നു. ഞാൻ താങ്കൾ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചു പറയുന്ന ആളാണ്. അതുകൊണ്ട് താങ്കളുടെ വാക്കുകൾക്ക് ഞാൻ വില കൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ടില്ല, ഹൈക്കോടതി ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അത് അത്തരത്തിലുള്ള ഒരു നിരീക്ഷണമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ സംസ്ഥാനത്തെ KS അനിൽകുമാറിന് രജിസ്ട്രാറായി തുടരുന്നതിന് കോടതിയുടെ അനുവാദം കിട്ടി എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുമോ? രണ്ടാമത്തെ കാര്യം, ഇവിടെ താങ്കൾ വരുന്നതിന് മുൻപ് PR ശിവശങ്കർ പറഞ്ഞത് വൈസ് ചാൻസലർ മറ്റൊരു അജണ്ടയുമായി ഒരു യോഗം വിളിക്കുന്നു. ആ യോഗം അലങ്കോലപ്പെട്ടതിനെ തുടർന്ന് VC ഡോക്ടർ സിസ തോമസ് ആ യോഗം പിരിച്ചുവിട്ടതായി പറയുന്നു. അങ്ങനെ VC പിരിച്ചുവിട്ട ഒരു യോഗത്തിൽ എങ്ങനെയാണ് സിൻഡിക്കേറ്റിന്റെ പിന്തുണ ഈ അനിൽകുമാറിനുണ്ടെന്നും സിൻഡിക്കേറ്റ് അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ പിൻവലിച്ചു എന്നും അവകാശപ്പെടാൻ കഴിയുക എന്നതാണ് അദ്ദേഹത്തിന്റെ വാദം. മൂന്നാമത്തെ കാര്യം, ഈ സിൻഡിക്കേറ്റിന്റെ പിന്തുണയുണ്ട്, അവർ ആ സസ്പെൻഷൻ പിൻവലിച്ചു എന്ന് പറഞ്ഞാണ് അദ്ദേഹം കോടതിയിൽ നിന്ന് ഹർജി പിൻവലിച്ചത്. ആ സിൻഡിക്കേറ്റ്, അദ്ദേഹം ഈ അനിൽകുമാറിന് പിന്തുണയ്ക്കുന്ന ആ സിൻഡിക്കേറ്റിൽ UDF അംഗത്തിന്റെ പിന്തുണ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചില തടസ്സങ്ങൾ നേരിട്ടുള്ളത് കൊണ്ട് ചർച്ചയുടെ തുടക്ക ഭാഗത്ത് ഈ സംവാദത്തിന്റെ ഭാഗമായിട്ട് ഒത്തുചേരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അങ്ങ് സൂചിപ്പിച്ച ചോദ്യത്തെ മാത്രമാണ് എനിക്ക് എടുക്കാൻ വേണ്ടി കഴിയുക. എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ കേരള സർവകലാശാലയുടെ അല്പകാലത്തെ രാഷ്ട്രീയ ചരിത്രമൊക്കെ അറിയാമായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള വാദങ്ങളിലേക്ക് ബഹുമാനിയായ കോൺഗ്രസ് പ്രതിനിധി കടക്കുമായിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. കാരണം ഇന്ന് കോടതിയിൽ സംഭവിച്ച ശ്രദ്ധേയമായ കാര്യം, ഒന്ന്, കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ രംഗം രാജ്യത്തിന് അഭിമാനകരമായ മുന്നേറ്റങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ കേരളത്തിൻ്റെ ആ മുന്നേറ്റത്തെ എങ്ങനെ തടസ്സപ്പെടുത്താമെന്നുള്ളതിൻ്റെ RSS ഏജന്റുമാരുടെ പണിയെടുക്കുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഗവർണറുടെ ദാസ്യവൃത്തി സ്വീകരിച്ച് ഇപ്പോൾ താൽക്കാലിക ചുമതലയുമായി കേരളത്തിൻ്റെ സർവകലാശാലകളിലേക്ക് വന്നിട്ടുള്ളവർ സ്വീകരിക്കുന്ന ഒരു സമീപനം അതാണ്. അതിൻ്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ സർവകലാശാലയിലെ രജിസ്ട്രാർക്കെതിരെയുള്ള അങ്ങേയറ്റം നിയമവിരുദ്ധമായ സർവകലാശാല ചട്ടങ്ങൾക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള ഈ നടപടി വഴിവെച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് കോടതിയിൽ സംഭവിച്ചത്, ഞാൻ സൂക്ഷ്മതയിലേക്ക് പോകുന്നില്ല, ഒരുപക്ഷെ ഈ ചർച്ചയിൽ ഇതിനോടകം പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ടാകും. സർവകലാശാലയിൽ തെറ്റായ സമീപനം വഴി താൽക്കാലിക വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്യാൻ ശ്രമിച്ച സർവകലാശാലയുടെ രജിസ്ട്രാർ നേരെ കോടതിയിൽ പോകുന്നു. അദ്ദേഹം സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെ കഴിഞ്ഞ ദിവസത്തെ യോഗാനന്തരം അദ്ദേഹത്തെ രജിസ്ട്രാറായി പുനർനിയമിച്ചുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. അപ്പോൾ അദ്ദേഹം കൊടുത്ത ഹർജി പിൻവലിച്ചുകൊണ്ട് അദ്ദേഹം ആവശ്യമുന്നയിക്കുന്നു. തൻ്റെ പ്ലീ ഇതായിരുന്നു, തൻ്റെ അപേക്ഷയുടെ കാരണം ഇതായിരുന്നു, പക്ഷേ ആ കാരണം സാധൂകരിക്കപ്പെട്ടു, അല്ലെങ്കിൽ താൻ എന്ത് ആവശ്യം കോടതി സമക്ഷം ഉയർത്തിയോ ആ ആവശ്യം സഫലീകൃതമായി, അതുകൊണ്ട് ഹർജി പിൻവലിക്കാൻ തന്നെ അനുവദിക്കണമെന്നുള്ളതായിരുന്നു. എന്തായിരുന്നു താൽക്കാലിക VCയുടെ ചുമതല പേറുന്ന അഭിഭാഷകന്റെ കോടതിയിലെ വാദം എന്തായിരുന്നു? അവർ ഹർജി പിൻവലിക്കുന്നതിനെ എതിർത്തു. ഇത് ശരിയല്ല എന്ന നിലയിൽ അവരുടേതായ വാദമുഖങ്ങൾ ഇപ്പോൾ ഈ ചർച്ചയിൽ ഒരു പക്ഷേ കോൺഗ്രസിന്റെയോ BJPയുടെയോ പ്രതിനിധികളൊക്കെ ആവർത്തിച്ചിരിക്കാൻ സാധ്യതയുള്ള വാദമുഖങ്ങൾ ഉയർത്തി. എന്തായിരുന്നു കോടതിയുടെ പ്രതികരണം? താൽക്കാലിക വൈസ് ചാൻസലർക്ക് അപ്രകാരം ഒരു കൺസേൺ ഉണ്ടോ, അപ്രകാരം ഒരു സങ്കടം ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ
നിങ്ങളുടെ ഉന്നതാധികാരി അല്ലെങ്കിൽ നിങ്ങളുടെ അപ്പിലിയേറ്റ് ബോഡി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്ന ചാൻസലറുടെ അടുക്കൽ പോയി പറയൂ. ഇതായിരുന്നു കോടതിയുടെ മറുപടി. അതായത് അർത്ഥസംഖ്യകൾക്കിടയില്ലാത്ത വണ്ണം ഇദ്ദേഹം രജിസ്ട്രാറായി ചുമതല ഏൽക്കാൻ വേണ്ടി പോകുന്നു. ഇദ്ദേഹം സിൻഡിക്കേറ്റ് തീരുമാനത്തിന്റെ ബലത്തിൽ വീണ്ടും ഇദ്ദേഹം രജിസ്ട്രാറായി കേരള സർവകലാശാലയെ നയിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുമ്പോൾ താൽക്കാലിക VC-യുടെ ചുമതലകളുടെ അഭിഭാഷകൻ ഈ ബോധ്യവും ഈ സങ്കടവും ഒക്കെ കോടതിയുടെ സമക്ഷമുയർത്തി. കോടതി അതേ തൊട്ടില്ല. അക്ഷരാർത്ഥത്തിൽ കോടതി എന്താണ് ചെയ്തിട്ടുള്ളത്? സർവകലാശാല സിൻഡിക്കേറ്റിന്റെ നിയമനാധികാരത്തെ, അതായത് രജിസ്ട്രാർ ഉൾപ്പെടെയുള്ള പദവികളിൽ വൈസ് ചാൻസലർക്കും അപ്പുറം സിൻഡിക്കേറ്റിനുള്ള അധികാരത്തെ ശരിവെച്ചുകൊണ്ട് രജിസ്ട്രാർ നിയമനത്തിന് അംഗീകാരം നൽകുകയായിരുന്നു പ്രത്യക്ഷത്തിൽ തന്നെ കോടതി ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൽ നിയമപരമായി നിങ്ങൾ പരിശോധിച്ച് നോക്കുക, അല്ലെങ്കിൽ സർവകലാശാല ചട്ടമെടുത്ത് പരിശോധിച്ച് നോക്കുക. എനിക്ക് തോന്നുന്നു നിർബന്ധമായും 1030 ഒക്കെ സംബന്ധിച്ച് കോൺഗ്രസ് പ്രതിനിധി വാദം ഉന്നയിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. ഞാൻ സംശയിക്കുന്നു. 1030 പ്രകാരം ഏതെങ്കിലും തരത്തിൽ അച്ചടക്ക നടപടിയോ ഏതെങ്കിലും തരത്തിൽ നിയമനാധികാരമോ സർവകലാശാല വൈസ് ചാൻസലർക്കുണ്ടോ? 1030 സംബന്ധിച്ച് 1040 അർത്ഥസംഖ്യകൾക്കിടയില്ലാത്ത വണ്ണം പറയുന്നു. ഡിസിപ്ലിനറി ആക്ഷനും അപ്പോയിന്റ്മെന്റ് ആക്ഷനും 10-13 പ്രകാരം ഉപയോഗിക്കാൻ പാടില്ല. പറയുന്നത് CPIM-ന്റെ ഭരണഘടനയല്ല, പറയുന്നത് സർവകലാശാല ചട്ടപ്രകാരമുള്ള നിയമമാണ് പറയുന്നത്. ആ നിയമത്തിൽ നിന്ന് ഘടകവിരുദ്ധമായി താൽക്കാലിക VC ചുമതലയുള്ള വ്യക്തി എന്തെങ്കിലും എടുത്താൽ അതിന് നിയമസാധുതയില്ല. അതാണ് ഇന്ന് കോടതിയിൽ വെളിവാക്കപ്പെട്ടത്. പക്ഷെ നിർഭാഗ്യവശാൽ എന്താണ്, RSS അടിമയായി മാറിയിട്ടുള്ള ഒരു താൽക്കാലിക VC കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്വൈര്യപൂർവ്വമുള്ള മുന്നേറ്റത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിന് ഓശാന പാടുന്നവരായി കോൺഗ്രസ് മാറാൻ പാടുണ്ടോ? ഇതിൽ നിന്ന് കോൺഗ്രസിന്റെ പ്രതികരണം ഇതേവരെ കോടതിയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട് ജേക്ക് വിശദീകരിച്ച കാര്യങ്ങളിൽ നിലനിൽക്കുന്ന സംശയങ്ങളിലേക്ക് നമുക്ക് പോകാം. ഒന്നാമത്തെ കാര്യം, ഒരു പെറ്റീഷൻ നൽകുന്നു. ആ പെറ്റീഷനിൽ പറയുന്നത് സസ്പെൻഷനെതിരായിട്ടുള്ള നീക്കം, ഒരു ഹർജി ഈ രജിസ്ട്രാർ KS അനിൽകുമാർ നൽകുന്നു. അദ്ദേഹം തന്നെ ആ ഹർജി പിൻവലിക്കുന്നതിന് കാരണം പറഞ്ഞത് എൻ്റെ സസ്പെൻഷൻ സിൻഡിക്കേറ്റ് മരവിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവരത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ ഹർജി പിൻവലിക്കുകയാണ്. ഒരു പരാതി കോടതിക്ക് മുന്നേ എത്തുന്നു, ആ പരാതിക്കാരൻ തന്നെ ആ പരാതി പിൻവലിക്കുന്നു. അതിനപ്പുറത്ത് ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളുടെ ശരിതെറ്റുകൾ, അതിൻ്റെ ന്യായവാദങ്ങളിലേക്ക് കോടതി കടന്നിട്ടില്ല എന്നും സിൻഡിക്കേറ്റ് യോഗം തന്നെ നിയമവിരുദ്ധമായിരുന്നു, അല്ലെങ്കിൽ അത് നിയമാനുസൃതമായിരുന്നില്ല എന്നാണ് ഇപ്പോൾ BJP അംഗം ശ്രീ PR ശിവശങ്കറും അതുപോലെ തന്നെ ശ്രീ BRM ഷഫീറും പറഞ്ഞത്. സിൻഡിക്കേറ്റിന്റെ യോഗവും നിയമവിരുദ്ധമായിരുന്നു. അങ്ങനെയാണെങ്കിൽ KS അനിൽകുമാറിന്റെ രജിസ്ട്രാർ ആയിട്ടുള്ള പദവിയിൽ തുടരാനുള്ള അവകാശത്തെ കോടതി ശരിവെച്ചു എന്നെങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക? ഏതാണ് ഈ വിഷയത്തിൽ നിലനിൽക്കുന്ന ഒരു തർക്കം. അതുകൊണ്ട് ഇപ്പോഴും BC വെച്ചിരിക്കുന്ന താൽക്കാലിക ചുമതലയുള്ള രജിസ്ട്രാർ തന്നെയാണ് കേരള സർവകലാശാലയിൽ ഇപ്പോഴത്തെ രജിസ്ട്രാർ എന്നാണ് ഇവിടെ BJP അംഗം ശ്രീ PR ശിവശങ്കർ അവകാശപ്പെട്ടത്. ഇല്ല, ഒരിക്കലുമല്ല. കാരണം എന്താണ്, അങ്ങ് തന്നെ പരിശോധിച്ച് നോക്കുക. ഇപ്പോൾ വേണമെങ്കിൽ സർവകലാശാലകളുടെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കേരളത്തിന്റെ സർവകലാശാലകളിൽ ഉണ്ടായിട്ടുണ്ട്. സർവകലാശാലകളുടെ ചുമതലയുള്ള വൈസ് ചാൻസലർ സിൻഡിക്കേറ്റ് യോഗം ബഹിഷ്കരിച്ചു പോകുകയും അതേ തുടർന്ന് സർവകലാശാല വൈസ് ചാൻസലറുടെ അസാന്നിധ്യത്തിൽ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് ഭൂരിപക്ഷ തീരുമാനപ്രകാരം തീരുമാനങ്ങൾ എടുക്കുകയും അത് സർവകലാശാലകൾ നിയമസാധുതയോട് കൂടെ നടപ്പിലാക്കുകയും ചെയ്ത എത്ര അനുഭവങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ശിവശങ്കർ പറയുന്നത് വൈസ് ചാൻസലർ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നില്ല, തീർത്തും വ്യത്യസ്തമായ ഒരു അജണ്ട നിശ്ചയിക്കുകയും ആ അജണ്ടയിലേക്ക് എത്താതെ കാര്യങ്ങൾ അലങ്കോലപ്പെടുകയും ചെയ്യുന്ന ഘട്ടത്തിൽ വൈസ് ചാൻസലറിന്റെ പദവി വഹിച്ചിരുന്ന ഡോക്ടർ സിജ തോമസ് ഈ യോഗം പിരിച്ചുവിട്ടു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയതെന്നാണ്. ആ വാദത്തെ എങ്ങനെ കാണും? ഇല്ല, ആ വാദത്തെ സംബന്ധിച്ച് ഇപ്പോ ബഹുമാനിയായ BJP-യുടെ പ്രതിനിധി ഇവിടെ ചില വാദങ്ങൾ, ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ച വാദങ്ങൾ ഉയർത്തി. ആ വാദത്തെ സംബന്ധിച്ച് ഇതിനേക്കാൾ മനോഹരമായിട്ടായിരിക്കുമല്ലോ താൽക്കാലിക VC-യുടെ വാദങ്ങളെ ഉന്നയിക്കാൻ കോടതിയിൽ ചുമതലപ്പെട്ട അഭിഭാഷകൻ വാദിച്ചിട്ടുണ്ടാവുക. എന്തായിരുന്നു, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അങ്ങേക്ക് വന്നിന് കോടതി പ്രൊസീഡിങ്ങിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടാകുമല്ലോ. ഈ കാര്യങ്ങൾ, ഈ സങ്കടം ബഹുമാനിയായ ന്യായാധിപന്റെ സമക്ഷം ഉയർത്തി. എന്തായിരുന്നു ന്യായാധിപന്റെ മറുപടി? സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം സാധുതയില്ല എന്നുള്ളതും താൻ പിരിച്ചുവിട്ട യോഗത്തിൽ ഔട്ട് ഓഫ് അജണ്ടയായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ എടുത്തതെന്നും ഒക്കെയുള്ള ഇപ്പൊ BJP പ്രതിനിധി ഉയർത്തിയ വാദങ്ങൾ ഇതിനേക്കാൾ വീറും വാശിയോടും കൂടെ താൽക്കാലിക വൈസ് ചാൻസലറുടെ അഭിഭാഷകൻ കോടതിയിൽ ഉയർത്തി. കോടതിയുടെ പ്രതികരണം എന്താണ്? കോടതി പറഞ്ഞു, സർവകലാശാല VC-ക്ക് ഇതിൽ സങ്കടമുണ്ടെങ്കിൽ, ഇതിൽ അതൃപ്തിയുണ്ടെങ്കിൽ നിങ്ങളുടെ ഉന്നതാധികാരിയാണെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന, നിങ്ങളുടെ അപ്പിലിയേറ്റ് ബോഡി എന്ന് വേണമെങ്കിൽ കാണാൻ കഴിയുന്ന ചാൻസലറുടെ അടുക്കൽ പോയി പറയൂ. ഇതായിരുന്നില്ല കോടതിയുടെ മറുപടി. അത് ഞങ്ങളുടെ ആരുടെയും പ്രതികരണമോ ഏകപക്ഷീയമായ രാഷ്ട്രീയ അഭിപ്രായമോ ഒന്നും ആയിരുന്നില്ലല്ലോ. ഒറ്റ വാചകം കൂടെ ചേർത്ത് പറയേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ കാര്യങ്ങൾക്കകത്ത് സർവകലാശാല വൈസ് ചാൻസലർക്ക് എന്താണ് അധികാര പദവി? അങ്ങ് സർവകലാശാല ചട്ടമെടുത്ത് പരിശോധിക്കണം. ഏതെങ്കിലും ഒരു സർവകലാശാല വൈസ് ചാൻസലർക്ക് ജോയിന്റ് രജിസ്ട്രാറെ, ഡെപ്യൂട്ടി രജിസ്ട്രാറെ, അസിസ്റ്റന്റ് രജിസ്ട്രാറെ അല്ലെങ്കിൽ SO-നെ ഇത്യാദി ആളുകൾ
ആളുകളെ നേരിട്ട് നടപടിയെടുക്കാൻ ആർക്കാണ് അധികാരമുള്ളത്? SO മുതൽ AR വരെയുള്ള ആളുകൾക്കെതിരെ മാത്രമാണ് സർവകലാശാല വൈസ് ചാൻസലർക്കെതിരെ നടപടിയെടുക്കാൻ അവകാശമുള്ളത്. ഈ കാര്യത്തിൽ രജിസ്ട്രാറുടെ നിയമനം ഉൾപ്പെടെ അത്തരം നടപടിക്രമങ്ങൾ എല്ലാ അധികാരവും നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് സർവകലാശാല വൈസ് ചാൻസലർക്കല്ല, അത് സർവകലാശാല സിൻഡിക്കേറ്റിനാണ്. 1030-യെ നിയമവിരുദ്ധമായി ഉപയോഗിച്ചതിന്റെ പേരിൽ ഈ നടപടി അസാധുവാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിനുള്ള അംഗീകാരമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സമക്ഷത്തിൽ ഉണ്ടായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ താൽക്കാലിക VC ആണ് തന്റെ രാഷ്ട്രീയ ആഭിമുഖ്യത്തിന്, RSSനോടുള്ള തന്റെ പ്രണയത്തിന്, അതിന്റെ ഭാഗമായി നിയമവിരുദ്ധത നടപ്പിലാക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ സർവകലാശാലയുടെ താൽക്കാലിക VC ആണ് മറുപടി പറയേണ്ടത്. അവർക്ക് അധികാരമില്ല DRും ARും ഉൾപ്പെടെയുള്ള രജിസ്ട്രാർ വരെയുള്ള ഉന്നതാധികാരികളെ സസ്പെൻഡ് ചെയ്യാൻ. അതൊക്കെ സിൻഡിക്കേറ്റിന്റെ സമക്ഷത്താണ്. അത് മനസ്സിലാക്കാതെ ഈ കാര്യങ്ങൾ ഇവിടെ വന്ന് വാദിക്കാൻ പാടില്ലായിരുന്നു. അതിനകത്ത് ഇനി ഉയരുന്ന സംശയങ്ങൾ, അതിൽ വരുന്ന എതിർവാദങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം. ശ്രീ ആർ എസ് ശശികുമാർ നമ്മളോടൊപ്പം ഉണ്ട്, സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തെ പ്രതിനിധീകരിച്ച്. ശ്രീ ആർ എസ് ശശികുമാർ, ഇത് സിൻഡിക്കേറ്റും VCയും തമ്മിലുള്ള തർക്കമാണ് നേരിട്ട് നോക്കുമ്പോൾ. അതിന് പുറകിൽ ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരാണ് അതിൻ്റെ പിന്നാമ്പുറത്ത് നിൽക്കുന്നത്. ഇവിടെ ഈ രജിസ്ട്രാറുടെ നിയമനാധികാരം ആർക്കാണ് എന്നതിലേക്ക് ഈ തർക്കം ഇപ്പോൾ വന്ന് നിൽക്കുകയാണ്. കോടതിയുടെ അംഗീകാരത്തോടു കൂടിയാണ് KS അനിൽകുമാർ ഇപ്പോൾ രജിസ്ട്രാറായി തുടരുന്നത് എന്ന കാര്യം താങ്കൾ സമ്മതിക്കുമോ? അതോ ഇപ്പോൾ കേരള സർവകലാശാലയ്ക്ക് 2 രജിസ്ട്രാർമാരുണ്ട് എന്നാണോ നമ്മൾ കരുതേണ്ടത്? ഈ കാര്യത്തിൽ ഇനി ഗവർണർക്ക് ഇടപെടാൻ, ചാൻസലർ എന്ന നിലയിൽ ഇടപെടാനുള്ള ഒരു അവസരം ഈ സംഭവത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണോ? എങ്ങനെയാണ് താങ്കൾ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷത്തെ വിലയിരുത്തുക? ഞാൻ കാണുന്നത് വളരെ ദൗർഭാഗ്യകരമായ സംഭവങ്ങളാണ് കേരള സർവകലാശാലയിൽ ഇറങ്ങിയിരിക്കുന്നത്. ഒരിക്കലും ഈ 88 വർഷം പഴക്കമുള്ള ഈ സർവകലാശാലയ്ക്ക് ഇങ്ങനൊരു ദുര്യോഗം ഉണ്ടാകുവാൻ പാടില്ലായിരുന്നു. ഞാനിത് പറയുമ്പോൾ വാസ്തവത്തിൽ മന്ത്രി തന്നെ പറയുന്നുണ്ട് സംയമനം പാലിക്കണം. സംയമനം എല്ലാവരും പാലിക്കണം. അത് ഗവർണറാകട്ടെ, വൈസ് ചാൻസലറാകട്ടെ, സിൻഡിക്കേറ്റ് മെമ്പേഴ്സാകട്ടെ, സംയമനമാണ് ഏറ്റവും ആവശ്യം സർവകലാശാലയിൽ. അത് നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിന് പ്രധാന കാരണം സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങളെന്ന് പറയുന്നത് പണ്ട് വളരെ പക്വതയുള്ള ആൾക്കാരായിരുന്നു. അതിൽ നിന്നും മാറി SFIയിൽ നിന്നുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി സർവകലാശാലയിലുണ്ടായ മൂല്യച്യുതിയാണ് ഇതിന് കാരണം. ഞാനിത് പറഞ്ഞു വരുമ്പോൾ ഈ ഇഷ്യൂ എന്താ? തുടക്കം ഗവർണറുടെ രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം വച്ചതാണ് തുടക്കം. അതിനെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷവും UDFും വളരെ ശക്തിയായി അവലംബിച്ചിട്ടുണ്ട്. കാരണം രാജ്ഭവനിൽ ഒഴിവാക്കണം, അത് ആ നിലപാട് തന്നെയാണ്. പക്ഷേ ഭാരതാംബയുടെ ചിത്രം പുറത്ത് ഏതെങ്കിലും ഫംഗ്ഷന് വയ്ക്കാനുള്ള അധികാരവും അവകാശം എല്ലാവർക്കും ഉണ്ട്. നമുക്കെല്ലാവർക്കിടെയാണ് ഭാരതാംബ. ആ ഭാരതാംബയെ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും കാണുന്നത്. പ്രത്യേകിച്ച് ഹിന്ദു ദൈവങ്ങൾക്ക് പ്രത്യേക മുഖമില്ല, പലരും പല രീതിയിലാണ് ആവിഷ്കരിക്കുന്നത്. അപ്പോൾ ഇവിടെ കേരള സർവകലാശാലയിൽ സംഭവിച്ചത് എന്താ? അതായത് ഈ മതചിഹ്നങ്ങളോ ആരാധനാപാത്രങ്ങളോ ആരാധനയോ പാടില്ല എന്നതൊരു സർവകലാശാല ചട്ടമല്ലേ? അത് ലംഘിക്കപ്പെട്ടു എന്നതിന്റെ പേരല്ലേ അവിടെ രജിസ്ട്രാർ വിയോജിപ്പ് പ്രകടിപ്പിച്ചതും എതിർപ്പുന്നയിച്ചതും? ഇല്ല അല്ല, അത് അവിടെയാണ് തെറ്റുപറ്റിയത്. കാരണം ഹാള് വാടകയ്ക്ക് കൊടുത്തു കഴിയുമ്പോൾ ഈ ഒരു കണ്ടീഷനുണ്ട്: മതപ്രഭാഷണം പാടില്ല, പ്രാർത്ഥനകൾ പാടില്ല, മതചിഹ്നങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാരതാംബയുടെ ചിത്രം വയ്ക്കുന്നതിലുള്ള തെറ്റെന്താ? ഭഗവാന്റെയും അവരെ വാടകയ്ക്ക് കൊടുക്കരുതായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ആക്ടിലെ പ്രൊവിഷനകത്ത് മതചിഹ്നം പറഞ്ഞിട്ടില്ല, പ്രഭാഷണങ്ങൾ പാടില്ല, രാഷ്ട്രീയ പ്രഭാഷണങ്ങൾ പാടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു പടം, ഒരു സരസ്വതിയുടെ പടം വെച്ചു, അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ പടം വെച്ചു, അതും ഒരു പ്രൈവറ്റ് ഏജൻസിക്ക് വാടകയ്ക്ക് കൊടുത്തതിന് ശേഷം അവിടെ രജിസ്ട്രാർക്കോ വൈസ് ചാൻസലർക്കോ ഇടപെടാനുള്ള അധികാരമില്ല, അവകാശമില്ല. ഇത് പ്രൈവറ്റ് ഫംഗ്ഷനാണ്. ആ പ്രൈവറ്റ് ഫംഗ്ഷനിൽ കേരളത്തിൻ്റെ ഗവർണർ എത്തുമ്പോൾ ആ ഗവർണർ ആ യോഗത്തിൽ ആ മീറ്റിൻ്റെ ഹാളിനെ സസ്പെൻഡ് ചെയ്യാനായിട്ട് രജിസ്ട്രാർക്ക് എവിടെയാണ് അധികാരം? അങ്ങനെ രജിസ്ട്രാർക്ക് മാത്രമായിട്ട് അധികാരം ഉണ്ടെങ്കിൽ വൈസ് ചാൻസലറുടെ പെർമിഷൻ വാങ്ങട്ടെ. അപ്പോൾ ഗവർണറോട് കാണിക്കുന്ന അനാദരവ്, ആരോ ഗവർണറാകട്ടെ, നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഒന്നാമത്തെ പൗരനാണ്, ആ അനാദരവ് രജിസ്ട്രാർ കാട്ടിയത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പക്വതയില്ലാത്ത SFIയിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത് വരുന്ന ചില സിൻഡിക്കേറ്റ് അംഗങ്ങളാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ശശികുമാർ സാർ, അങ്ങനെയാണെങ്കിൽ രജിസ്ട്രാർക്കെതിരെ ഒരു നടപടി ഉണ്ടാകുമ്പോൾ അതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ അല്ലേ? അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിക്കണം, അതിനെതിരെ കാരണം കാണിക്കൽ കൊടുക്കണം എന്ന് തുടങ്ങി അതിന്റെ ചട്ടപ്രകാരമുള്ള കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ പാലിച്ചോ ശശികുമാറിനെ പുറത്താക്കാനുള്ള വ്യഗ്രതയിൽ? ഇല്ല ഗോപി അനിൽകുമാർ, റിപ്പോർട്ട് വന്നുകൊണ്ട് വാർത്ത വന്നു, പറഞ്ഞോളൂ.
ഹലോ അതായത് ഈ നടപടി പ്രഥമ ദൃഷ്ടിയ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഒരു തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ, ഗവർണർ പങ്കെടുക്കുന്ന യോഗത്തിൻ്റെ ഹാൾ ക്യാൻസൽ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഹെഡ് എന്ന നിലയിൽ വൈസ് ചാൻസലർക്ക് അയാളെ മാറ്റി നിർത്തുന്നത് പണിഷ്മെൻ്റ് അല്ല. സസ്പെൻഷൻ ഈസ് നോട്ട് എ പണിഷ്മെൻറ്റ്. അത് മാറ്റി നിർത്തിയിട്ട് അന്വേഷണം നടത്താൻ ആ സിൻഡിക്കേറ്റ് സമിതിയെ തന്നെ അദ്ദേഹം ചുമതലപ്പെടുത്താൻ തീരുമാനിച്ചു. കോടതി സമ്മതിച്ചല്ലോ. കാരണം 1013 എന്ന് പറയുന്ന പവർ സിൻഡിക്കേറ്റിനാണ്. വാസ്തവത്തിൽ വൈസ് രജിസ്ട്രാറുടെ അപ്പോയിൻ്റ് ചെയ്യുന്ന സിൻഡിക്കേറ്റാണ്. ആ സിൻഡിക്കേറ്റിന് മാത്രമേ രജിസ്ട്രാറെ പണിഷ് ചെയ്യാൻ അധികാരമുള്ളൂ. പക്ഷേ സിൻഡിക്കേറ്റ് നോട്ട് ഇൻ സെഷൻ ആകുമ്പോഴത്തേക്കും വൈസ് ചാൻസലർ 1013 ഉപയോഗിച്ച് നടപടിയെടുക്കാം. പക്ഷേ പണിഷ് ചെയ്യാൻ പാടില്ല. അദ്ദേഹം പണിഷ് ചെയ്യില്ല, സസ്പെൻഷനാണ്. ഞാൻ നേരത്തെ സസ്പെൻഷൻ ഇസ് നോട്ട് എ പണിഷ്മെൻറ്റ്. ആ രീതിയിൽ അദ്ദേഹം സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് കോടതിയിൽ ഇദ്ദേഹത്തിൻ്റെ സസ്പെൻഷൻ ചെന്നപ്പോൾ കോടതി സ്റ്റേ നൽകാത്തത്. വൈസ് ചാൻസലർക്ക് ചെയ്യാം, പക്ഷേ സിൻഡിക്കേറ്റ് റിപ്പോർട്ട് ചെയ്യണം. ആ റിപ്പോർട്ടിങ് കഴിഞ്ഞ ദിവസം സിസ തോമസ് നടത്തിയപ്പോൾ കൗണ്ടർ ഓഫ് കൊടുക്കുന്ന അജണ്ടയ്ക്ക് വേണ്ടി ചർച്ച ചെയ്തപ്പോൾ ഇവർ സ്റ്റേറ്റ്മെൻറ്റ് അവരുടെ പ്ലാൻ മാറ്റിയതാണ്. കാര്യം കോടതിയിൽ സസ്പെൻഷൻ നിലനിൽക്കണമെന്ന് കണ്ടപ്പോൾ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിനെ കൊണ്ട് ബലം പ്രയോഗിച്ച് തീരുമാനമെടുക്കാൻ ശ്രമിച്ചപ്പോൾ സിസ തോമസ് വഴങ്ങിയില്ല. കോടതിയുടെ പരിഗണനയ്ക്കുന്ന വിഷയമാണ്, അതുകൊണ്ട് കോടതിയുടെ തീരുമാനം വരട്ടെ എന്ന് പറഞ്ഞ് അവരത് അനുവദിച്ചില്ല. പക്ഷേ പ്രമേയം കൊണ്ടുവന്ന് ഇദ്ദേഹത്തിനെ സസ്പെൻഷൻ പിൻവലിപ്പിക്കാൻ സിൻഡിക്കേറ്റ് ശ്രമിച്ചപ്പോൾ സിൻഡിക്കേറ്റ് വൈസ് ചാൻസലർ പിരിച്ചുവിട്ടു. യോഗം വിളിച്ചു കൂട്ടാനും പിരിച്ചുവിടാനുള്ള ഒരേ ഒരു അധികാരം വൈസ് ചാൻസലർക്ക് മാത്രമേ ഉള്ളൂ. ഇത് പറഞ്ഞപ്പോൾ ഇപ്പോൾ എന്നോട് ജോളി ജേക്കബിൻ്റെ കാര്യം പറഞ്ഞു. ഞാനുള്ള സിൻഡിക്കേറ്റാണ്. CPM-കാർ നിയമിച്ചിരുന്ന ഇടതുപക്ഷ അനുഭാവി കൂടി ആയിരുന്നു അന്ന് അദ്ദേഹം, ഡോക്ടർ ജയകൃഷ്ണൻ. അദ്ദേഹമായിരുന്നു വൈസ് ചാൻസലർ. സിൻഡിക്കേറ്റിൽ ഇടതംഗങ്ങളും വലതംഗങ്ങളുമായിട്ടുണ്ടായ ഏറ്റുമുട്ടലിനെ തുടർന്ന് അദ്ദേഹം നിങ്ങൾ തീരുമാനിക്കുക, നിങ്ങൾ വൈസ് ചാൻസലറായിട്ട് ആരെ വേണമെങ്കിൽ ചുമതലപ്പെടുത്തി ഇതിൽ തീരുമാനമെടുത്ത് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇടതംഗങ്ങൾ വാക്കൗട്ട് നടത്തിയപ്പോൾ അന്ന് മെജോറിറ്റി UDF അംഗങ്ങൾക്കാണ്. ഞാനും ആ സിൻഡിക്കേറ്റിൽ അംഗമായിരുന്നു. ഞങ്ങൾ VC-യുടെ പെർമിഷനോടുകൂടി മാർവാനിസ് കോളേജിലെ പ്രൊഫസറായിരുന്ന ജോളി ജേക്കബിനെ അവരന്ന് സിൻഡിക്കേറ്റ് മെമ്പറാണ്. അവരെ സിൻഡിക്കേറ്റ് മെമ്പറാക്കി വളരെ കുറച്ച് തീരുമാനങ്ങൾ എടുത്തു. ആ തീരുമാനങ്ങൾ വൈസ് ചാൻസലർ അംഗീകരിച്ചു. അതുകൊണ്ട് വൈസ് ചാൻസലർ പുറത്തു പോയാലും വൈസ് ചാൻസലർ അനുമതിയോടുകൂടി സിൻഡിക്കേറ്റ് കൂടാം. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താ? വൈസ് ചാൻസലർ പിരിച്ചുവിട്ട യോഗം കുറേ സിൻഡിക്കേറ്റ് വളഞ്ഞിരുന്നു കൊണ്ട് അതിലൊരാളിനെ അധ്യക്ഷയാക്കിക്കൊണ്ട് തീരുമാനിച്ചാൽ ഈ തീരുമാനം എങ്ങനെ വാലിഡ് ആവും? അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങനെയാണെങ്കിൽ ശശികുമാർ സാർ, താങ്കൾ ഒന്ന് പറയൂ, ഇപ്പോൾ കേരള സർവകലാശാലയുടെ രജിസ്ട്രാർ ആരാണ്? താങ്കളുടെ കണ്ണിൽ താങ്കൾ അംഗീകരിക്കുന്ന രജിസ്ട്രാർ ആരാണ്? അല്ല, ഇന്ന് അതുകൂടെ പറയാം. കോടതിയിൽ ഈ കേസ് വന്നു, പക്ഷെ അവർ വളരെ ബുദ്ധിമുട്ട് ഈ കേസ് നിൽക്കില്ല എന്ന് കണ്ടപ്പോഴാണ് ഇവിടെ ബലപ്രയോഗത്തിലൂടെ രജിസ്ട്രാറെ കത്തികാട്ടിയിരുത്തി അദ്ദേഹത്തിൻ്റെ കൊണ്ട് മിനിറ്റ്സ് എഴുതിച്ച് ഇങ്ങനെയുള്ള ഒരു തീരുമാനമെടുത്ത് രജിസ്ട്രാറെ ജോയിൻ ചെയ്തപ്പോൾ അദ്ദേഹം കോടതി ചെന്ന് പറഞ്ഞു, എന്നെ സിൻഡിക്കേറ്റ് തിരിച്ച് നിയമിച്ചു, എനിക്കിനി പരാതിയില്ല, ഞാൻ കേസ് വിഡ്രായിരുന്നു എന്ന് പറയാനുള്ള അധികാര അവകാശവും രജിസ്ട്രാർക്കുണ്ട്. കോടതിക്ക് അങ്ങനെ ഒരു പരാതി വന്നാൽ കേസ് വിഡ്രാ ചെയ്യാൻ അനുവദിക്കാനേ മാർഗമുള്ളൂ. അപ്പോഴത്തേക്ക് വൈസ് ചാൻസലറുടെ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടമായിരുന്നു. അദ്ദേഹം പറഞ്ഞു ഈ നിയമനം തെറ്റാണ്, കാരണം സിൻഡിക്കേറ്റ് നിയമപ്രകാരമല്ല കൂടിയത്. അപ്പോൾ കോടതി പറഞ്ഞത് അങ്ങനെ ഒരു കേസ് ഇപ്പോൾ കോടതിയുടെ മുമ്പിലില്ല. കോടതിയുടെ മുമ്പിലുള്ള കേസ് രജിസ്ട്രാറുടെ കേസ് പിൻവലിക്കണോ വേണ്ടേ എന്നുള്ളതാണ്. അത് മറ്റൊരു കേസാണ്. അപ്പോൾ നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ, വൈസ് ചാൻസലർക്ക് പരാതി ഉണ്ടെങ്കിൽ വൈസ് ചാൻസലർ അപ്രോപ്രിയേറ്റ് അതോറിറ്റി റിപ്പോർട്ട് ചെയ്ത് നിങ്ങൾ നടപടിയെടുത്തോളാനായിട്ടുള്ള ക്ലീൻ ചിറ്റ് കൊടുത്തേക്കാണ്. ചട്ടവിരുദ്ധമായി സിൻഡിക്കേറ്റ് കൂടി. അല്ല, ആരാണ് ഇപ്പോൾ കേരള സർവകലാശാല രജിസ്ട്രാർ? ഇപ്പൊ ഇന്നത്തെ രീതിയിലനുസരിച്ച് വൈസ് ചാൻസലർ നിയമിച്ച മിനി കാപ്പനാണ് യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ. ശരി, പക്ഷേ അപ്പോൾ KS അനിൽകുമാറും മിനി കാപ്പനും എന്നതിൽ താങ്കൾ നിൽക്കുന്നത് മിനി കാപ്പനാണ്, കാരണം വൈസ് ചാൻസലർ നിയമിച്ച ആളാണ് എന്ന് പറഞ്ഞു. പക്ഷെ താങ്കൾ തന്നെ പറഞ്ഞു രജിസ്ട്രാറുടെ നിയമനാധികാരം അല്ല സർ, താങ്കൾ തന്നെ പറഞ്ഞത് രജിസ്ട്രാറുടെ നിയമനാധികാരം എന്നത് സിൻഡിക്കേറ്റിൻ്റെതാണെന്ന്. അതേസമയം താങ്കൾ പറയുന്നു താങ്കൾ ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത് താൽക്കാലിക ചുമതല VC-യുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന ഡോക്ടർ സിസ തോമസ് നിയമിച്ച മിനി കാപ്പനാണ് എന്ന് താങ്കൾ പറയുന്നു. അതിലൊരു വൈരുദ്ധ്യമുണ്ടല്ലോ. താങ്കൾ പറഞ്ഞത് സിൻഡിക്കേറ്റ് ആണ് ഇവരുടെ നിയമനാധികാരി എന്നാണല്ലോ. ഇല്ല, വൈരുദ്ധ്യമില്ല. അത് ആക്ടിന്റെ പ്രൊവിഷനാണ്. അതനുസരിച്ച് തീരുമാനം സിൻഡിക്കേറ്റ് റിപ്പോർട്ട് ചെയ്താൽ അത് മാറ്റാൻ പറ്റില്ല. സോ വൈസ് ചാൻസലർ നിയമിച്ച സിസ തോമസ് നിയമിച്ച മിനി കാപ്പനാണ് ഔദ്യോഗികമായി രജിസ്ട്രാർ. ശരി, ശ്രീ BRM ഷഫീർ, താങ്കൾ പറഞ്ഞു രജിസ്ട്രാറെ
സസ്പെൻഡ് ചെയ്ത VC-യുടെ നടപടി ചട്ടവിരുദ്ധമാണ്. അതേസമയം തന്നെ രജിസ്ട്രാറെ പുനഃസ്ഥാപിച്ച അതല്ലെങ്കിൽ സസ്പെൻഷൻ മാറ്റിയ സിൻഡിക്കേറ്റിന്റെ നടപടിയും ചട്ടവിരുദ്ധമാണ്. അപ്പോൾ ശ്രീ BRM ഷഫീറിന് ആരാണ് ഇപ്പോൾ കേരള സർവകലാശാലയുടെ രജിസ്ട്രാർ? അത് തീരുമാനിക്കേണ്ട ഞാനല്ല. ഇവിടുത്തെ പ്രശ്നം ഇത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ സിൻഡിക്കേറ്റും VC-യും തമ്മിലുള്ള തുല്യ അധികാരമുള്ള രണ്ട് പദവികൾ തമ്മിൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നാൽ ആർക്കാണ് അധികാരം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ നിർവചനങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ ആക്ടിലും ഓണറബിൾ ഹൈക്കോടതിയുടെ ഡിസിഷനുകളിലും പലതവണ പറഞ്ഞിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനങ്ങളെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് പലപ്പോഴും VC-മാർ അവർ അത് കൃത്യമായിട്ട് തന്നെ ഓവർകം ചെയ്തിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പല ഡിസിഷനുകളിലും കാണാൻ പറ്റും. ഇന്ന് ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധി പറഞ്ഞതിൽ ഒരു കളവുണ്ട് എന്ന് പറഞ്ഞാൽ രാവിലെ കേസ് വിളിക്കുന്നു. കേസ് സാധാരണഗതി നമ്മൾ കോടതി പോകുന്ന വക്കീലന്മാർക്കറിയാം. കേസ് രാവിലെ വിളിക്കുമ്പോൾ പിന്നെ രണ്ട് ഭാഗത്തു നിന്നുള്ള ആളുകൾ എഴുന്നേറ്റ് നിൽക്കും. അപ്പോൾ ഒരാൾ പറയുകയാണ് ഞങ്ങൾ ഈ ഹർജി പിൻവലിക്കാൻ പോവുകയാണ്. ഹർജി പിൻവലിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ കേസിൻ്റെ മെരിറ്റിലേക്ക് പോകുന്ന പ്രശ്നമില്ല. ഹർജി പിൻവലിക്കാനുള്ള അവകാശം ഹർജിക്കാരനുണ്ട് എന്ന് ഏത് കോടതിക്ക് പറയാം. ഹർജി പിൻവലിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ സിസ തോമസിൻ്റെ അഭിഭാഷകൻ ശ്രീ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം എഴുന്നേറ്റ് എന്ന് പറഞ്ഞു എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞത് ഇങ്ങനെയാണ്, ഞങ്ങളുടെ മുമ്പിൽ അത്തരത്തിലൊരു കേസില്ലല്ലോ സാർ, ഞങ്ങളുടെ മുമ്പിലുള്ള കേസില്ല, കേസ് പെറ്റീഷണർ പിൻവലിക്കുകയാണ്. കേസ് പെറ്റീഷണർ പിൻവലിച്ച സ്ഥിതിക്ക് അതിനെ സംബന്ധിച്ച് വാദം കേൾക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല. ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ അങ്ങനെ ഒരു കേസില്ല. ഇനി ഏതെങ്കിലും തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് തർക്കമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാൻസലറെ സമീപിക്കാം. ഇവിടെയാണ് ഇടതുപക്ഷത്തിന് പിഴച്ചത്. ഇടതുപക്ഷത്തിന് പിഴച്ചതാണെന്നറിയോ? ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ചില വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ യൂണിവേഴ്സിറ്റി നിയമത്തിലെ 13 ഉൾപ്പെടെയുള്ള വാദമുഖങ്ങൾ കൃത്യമായി ഉന്നയിച്ചുകൊണ്ട് അവിടെ തർക്കം ഉന്നയിച്ചുകൊണ്ട് VC-യുടെ നടപടികളുടെ ചട്ടവിരുദ്ധത കാണിച്ചുകൊണ്ട് അവിടെ നിന്നൊരു ഓർഡർ വാങ്ങുന്നതിന് പകരം ഇവർ എന്താ ചെയ്തത്? ഹർജി പിൻവലിച്ചു. അതിബുദ്ധിയാ കാണിച്ചത്. സിസ തോമസിന് താൽക്കാലികമായിട്ട് നഷ്ടം വന്നുവെങ്കിലും അവിടെ നിന്നൊരു ഉത്തരവ് ഫേവറായിട്ട് കിട്ടിയില്ലെങ്കിൽ പോലും എന്താ സംഭവിച്ചത്? അതിൻ്റെ ലാസ്റ്റ് വരി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ആ ഓർഡറിൻ്റെ ലാസ്റ്റ് വരി, എന്തെങ്കിലും ഇതിനെ സംബന്ധിച്ച് ഡിസ്പ്യൂട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കൺസെന്റ് അതോറിറ്റിയായ ചാൻസലറെ സമീപിക്കൂ എന്നുള്ളതാണ്. ഇവിടുത്തെ അപകടം എന്താണ്? ചാൻസലർ സംഘപരിവാർ നേരിട്ട് നിയമിച്ചിട്ടുള്ള കേരളത്തിലെ ഗവർണറാണ്. ആ ഗവർണർ എന്ത് തീരുമാനമെടുക്കും? ആ ഗവർണർ ഇൻ ദ ഫേവർ ഓഫ് സിസ തോമസ് കൃത്യമല്ലേ? വൈസ് ചാൻസലർക്ക് അനുകൂലമായി തീരുമാനമെടുക്കും. മാത്രമല്ല സിൻഡിക്കേറ്റിന്റെ തീരുമാനത്തെ വീറ്റോ ചെയ്യാനുള്ള അധികാരം ചാൻസലർക്കുണ്ട്. വേണ്ടി വന്നാൽ ഈ സിൻഡിക്കേറ്റിനെ പിരിച്ചുവിടാനുള്ള അധികാരം പോലും ചാൻസലറിന് നിക്ഷിപ്തമാണ്. വൈസ് ചാൻസലറെ പിരിച്ചുവിടാനുള്ള അവകാശം ഗവർണറിന് നിക്ഷിപ്തമാണ്, ചാൻസലർ നിക്ഷിപ്തമാണ്. ആ ഒരു പ്രശ്നത്തിൽ ഗവർണറുടെ മുമ്പിലേക്ക് ഗോൾ അടിച്ചു വിട്ടുകൊടുത്ത സെൽഫ് ഗോൾ ആയിരുന്നു CPM ഗവൺമെൻറ്റതും CPM സിൻഡിക്കേറ്റിനും എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട പോയിന്റ്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ ഇതിനിടയിൽ കിടന്ന് ഞങ്ങൾ ഞെരുങ്ങിയത് എങ്ങനെയാണെന്നറിയോ? ഇപ്പോൾ സർവകലാശാലകളിൽ കൃത്യമായിട്ട് ഭരണമേ നടക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ എന്നെ ഇന്ന് രാവിലെ ഒരു അസോസിയേറ്റ് പ്രൊഫസർ വിളിക്കുകയാണ്. സാധാരണഗതിയിൽ അസോസിയേറ്റ് പ്രൊഫസർമാരുടെ പ്രൊഫസറായിട്ടുള്ള അവരുടെ പ്രൊമോഷൻ എക്സ്പെർട്ടുകളുണ്ട്. ഓരോ കൃത്യമായ ഇടപെടലുകളിൽ പ്രൊമോഷൻ എക്സ്പെർട്ടുകൾ ചേർന്നിട്ടാണ് പ്രൊഫസർമാരായിട്ടും അതിന് മുകളിലോട്ടുള്ള നിയമനം നടത്തേണ്ടത്. കോൺഗ്രസ് അനുകൂലമായ അസിസ്റ്റന്റ് പ്രൊഫസർമാരാണെന്ന് കണ്ടാൽ CPM-ന്റെ എക്സ്പെർട്ടായിട്ട് വരുന്നവർ അവരെ വീറ്റോ ചെയ്യുന്നു. അവരുടെ പ്രൊമോഷൻ 14, 15, 16 മാസത്തോളം തടസ്സപ്പെടുത്തി വെക്കുകയാണ്. സാധാരണഗതിയിൽ താങ്കൾ ഈ സബ്ജക്റ്റിന് പുറത്തേക്ക് പോയി, അതായത് ഈ സബ്ജക്റ്റിന് പുറത്തേക്ക് പോയി ശ്രീ BRM ഷഫീർ. അങ്ങനെയല്ല, അതല്ല ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ കാര്യത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് വൽക്കരണത്തെയും കാവ്യവൽക്കരണത്തെയും തുറന്ന് എതിർക്കുന്നതിന്റെ ചർച്ച ചെയ്യാം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് ശ്രീ BRM ഷഫീർ പറഞ്ഞത് ആരാണ് ഇപ്പോൾ കേരള സർവകലാശാലയുടെ രജിസ്ട്രാർ എന്ന് പറയാൻ താങ്കൾ ആളല്ല, താങ്കൾ അത് അറിയില്ല എന്ന് പറയുമ്പോൾ നേരത്തെ ജേക്ക് പറഞ്ഞത് കോടതിയിൽ നിന്നുണ്ടായ തീരുമാനം എന്ന് ഞാൻ പറഞ്ഞത് ഹർജി പിൻവലിച്ചത് അടക്കമുള്ള കാര്യങ്ങളിൽ അത് അനിൽകുമാറിന് ഫേവറബിൾ ആണ് എന്ന് പറയുമ്പോൾ താങ്കൾ അത് അംഗീകരിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെ? അതായത് VC എടുത്ത നടപടി നിയമവിരുദ്ധമാണെന്ന് പറയുമ്പോൾ തന്നെ അനിൽകുമാർ ഇപ്പോഴും രജിസ്ട്രാർ ആണെന്ന കാര്യം താങ്കൾ അംഗീകരിക്കുന്നില്ല. ശ്രീ BRM ഷഫീർ അംഗീകരിക്കുന്നുണ്ടോ? അങ്ങനെയല്ല. എന്റെ ചോദ്യം ഇതാണ്. ഞാനൊരു ചർച്ചയിൽ ഞാൻ വളരെ ഡയറക്റ്റ് ആയിട്ടല്ലേ നിയന്ത്രിക്കുന്ന ജഡ്ജി താങ്കളാണ്, അല്ല? എന്റെ ഡയറക്റ്റ് ചോദ്യം അങ്ങോട്ട് വരികയാണ്. ഞാൻ ഈ ചർച്ച നിയന്ത്രിക്കുന്നത് ശ്രീ ഗോപികൃഷ്ണനാണ്. ഞാൻ ഗോപികൃഷ്ണനോട് ചോദിക്കുന്നു, ഗോപികൃഷ്ണന്റെ മാധ്യമരംഗത്തെ അവധാനത ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ പറയൂ, ആരായിരിക്കും നിലവിലുള്ള രജിസ്ട്രാർ? താങ്കളുടെ അഭിപ്രായത്തിൽ ആരാണ്? എന്റെ ചോദ്യം താങ്കളോടാണ്.
താങ്കൾ ഈ ചോദ്യം എന്നോടാണ് ചോദിച്ചത്. അല്ലല്ല, ഞാൻ ഒരു മാധ്യമപ്രവർത്തകൻ മിനിറ്റ്, ഞാൻ ചോദിക്കുന്നത് ആ സിൻഡിക്കേറ്റ് അല്ല, ഒരു മിനിറ്റ്, ഞാൻ ചോദിക്കുന്നത് ആ സിൻഡിക്കേറ്റിൽ അംഗത്തെ വിട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിലാണ്. ആ സിൻഡിക്കേറ്റിൽ എന്റെ അംഗങ്ങളാരും ഇല്ല. ആ സിൻഡിക്കേറ്റിൽ അംഗമായി പ്രതിനിധീകരിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിലാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന ഈ പാനലിലുള്ള ഓരോ ആളുകളും സിൻഡിക്കേറ്റ് മെമ്പർമാർ പക്ഷം പിടിച്ചിട്ടില്ല. അതല്ല, ഞാൻ ശ്രീ BRM ഷഫീറിനോട് ചോദിച്ചത്, താങ്കൾ പറയുന്നത് അനിൽകുമാറിനെതിരായിട്ടുള്ള VC-യുടെ നടപടി ചട്ടവിരുദ്ധമാണ് എന്ന് താങ്കൾ തന്നെ പറയുന്നു. ഇപ്പോൾ രജിസ്ട്രാറായി കേരള സർവകലാശാലയിൽ തുടരുന്നത് അനിൽകുമാറാണെന്ന് താങ്കൾക്ക് ഉറപ്പ് പറയാനും പറ്റുന്നില്ല. എന്തുകൊണ്ടാണെന്നാണ് ഞാൻ പറഞ്ഞത്. സിമ്പിൾ കാര്യമാണ്. അല്ല, എനിക്ക് എന്റെ ഉറപ്പിരിക്കട്ടെ സാർ. ഞാൻ രാഷ്ട്രീയ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ഫേവറസ് കാണും. മാധ്യമ പ്രതിനിധി താങ്കൾ പഠിച്ച അറിവും നിയമവും ഉപയോഗിച്ചുകൊണ്ട് താങ്കൾക്ക് പറയാൻ പറ്റുമോ? അല്ലല്ല, ഞാൻ പറഞ്ഞതാണ് സിൻഡിക്കേറ്റാണ് നിയമനാധികാരി. സിൻഡിക്കേറ്റിന്റെ പിന്തുണ എനിക്കുണ്ട് എന്ന് അനിൽകുമാർ കോടതിയിൽ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഹർജി പിൻവലിച്ചിരിക്കുന്നത്. ആ കാര്യത്തിൽ എതിർപ്പുകൾ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഒരു പ്രതിനിധി ശ്രീ BRM ഷഫീർ, താങ്കൾ ഈ ചർച്ചയിൽ എന്താണ് താങ്കൾ എന്ത് അസംബന്ധമാണ് താങ്കൾ ഉന്നയിക്കുന്നത്? താങ്കളുടെ ഒരു പ്രതിനിധി ഇന്നലെ സിൻഡിക്കേറ്റ് യോഗത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എനിക്കൊന്നും പറയാനില്ല, അത് കോടതി തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് താങ്കൾ മാധ്യമപ്രവർത്തകരാണോ തീരുമാനിക്കുന്നത് ആരാണ് രജിസ്ട്രാർ എന്ന്? മാധ്യമപ്രവർത്തകരാണോ ശ്രീ BRM ഷഫീർ തീരുമാനിക്കുന്നത് ആരാണ്? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് ഈ ചർച്ചയിൽ പങ്കെടുത്തിട്ട് താങ്കൾക്കൊരു നിലപാടോ അഭിപ്രായമില്ലേ? താങ്കളുടെ UDF-ന്റെ അംഗം പുറത്തിറങ്ങിയിട്ട് ഇന്നലെ പറഞ്ഞത് കോടതി തീരുമാനിക്കട്ടെ എന്നാണ്. എന്റെ അഭിപ്രായമല്ലല്ലോ ഞാൻ ചോദിക്കുന്നത്. ഈ കാര്യത്തിൽ നിങ്ങളുടെ നിലപാട് എന്താണ്? സിൻഡിക്കേറ്റിന്റെ പിന്തുണയുണ്ട് എന്ന് അനിൽകുമാർ അവകാശപ്പെടുമ്പോൾ ആ സിൻഡിക്കേറ്റ് യോഗത്തിൽ ഒരു UDF അംഗം പങ്കെടുത്തിട്ടുണ്ടല്ലോ. നിങ്ങളുടെ നിലപാട് എന്താണ് കോൺഗ്രസ് പാർട്ടിയുടെ? ഞങ്ങളുടെ നിലപാട് ഞാൻ കൃത്യമായി പറഞ്ഞില്ലേ. എവിടെ ആരാണ് നിലപാട് എന്താണ്? ഞങ്ങൾ എന്താ പറഞ്ഞത്? സിൻഡിക്കേറ്റ് ക്രമവിരുദ്ധമായി ചേർന്നുകൊണ്ട് സിസ തോമസ് നിർദ്ദേശിച്ച ആളിനെ മാറ്റിയാൽ അത് ചട്ടവിരുദ്ധം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സിസ തോമസ് നിയമിച്ച ആളിനെ സിൻഡിക്കേറ്റ് VC യോഗം പിരിച്ചുവിട്ട് ഇറങ്ങിപ്പോയതിനു ശേഷം മറ്റൊരാളെ പെട്ടെന്ന് കണ്ടെത്തി പ്രയർ നോട്ടീസ് പോലും ഇല്ലാതെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ യോഗം ചേർന്നിട്ട് ഒരു തീരുമാനമെടുത്തിട്ട് അതിന്റെ അർത്ഥം നിങ്ങളുടെ പിന്തുണ KS അനിൽകുമാറിനാണെന്നാണ്. എന്നിട്ടും നിങ്ങളുടെ ഒരു അംഗം സിൻഡിക്കേറ്റ് യോഗത്തിൽ പങ്കെടുത്തിട്ട് അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ തയ്യാറായില്ല എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് പറഞ്ഞത് കോടതി തീരുമാനിക്കട്ടെ ഞാൻ പറഞ്ഞില്ല. അല്ല, എന്ന് അദ്ദേഹം പറഞ്ഞു. കൂടെയാണ് ഞങ്ങൾ ഒരിടത്ത് പറഞ്ഞില്ല. ശരി, അല്ല, പിന്നെ VC എടുത്ത നിലപാട് VC സസ്പെൻഡ് ചെയ്ത നടപടിയോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ ആർക്കൊപ്പമാണെന്നാണ് അതിന്റെ അർത്ഥം? VC സസ്പെൻഡ് ചെയ്ത നടപടി ചട്ടവിരുദ്ധമാണ്. അപ്പൊ നിങ്ങൾ ആർക്കൊപ്പമാണെന്ന് അതിന്റെ അർത്ഥം? അപ്പൊ VC എടുത്ത നടപടി അനുഭവിക്കേണ്ടി വന്നത് ആർക്കാണ്? VC എടുത്ത നടപടി അനുഭവിക്കേണ്ടി വന്നത് ആർക്കാണ്? നടപടി ചട്ടവിരുദ്ധമാണ് എന്ന് പറഞ്ഞാൽ അത് അനുഭവിക്കേണ്ടി വന്നത് ആർക്കാണ്? അത് അനുഭവിക്കേണ്ടി വന്നത് ആർക്കാണ്? ഞാനൊരു ഇടവേള എടുക്കുന്ന ശിവശങ്കറിലേക്കും ഒപ്പം ജയിക്കിലേക്കും. PR ശിവശങ്കർ, ചാൻസലർ എന്ന നിലയിൽ ഗവർണർ ഇടപെടേണ്ട സാഹചര്യം ഈ തർക്കത്തിൽ വന്നു കഴിഞ്ഞു? തീർച്ചയായിട്ടും വരും, ഉടനെ തന്നെ വരും. കാരണം ഇദ്ദേഹത്തിന് ഇപ്പോൾ ഹൈക്കോടതിയുടെ വിധി പ്രകാരം തന്നെ ഗവർണറിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് രണ്ട് കാര്യം കൂടെ പറയാം. എനിക്ക് ശ്രീ BRM-നെ പോലെ ഉത്തരം പറയാൻ യാതൊരു മടിയുമില്ല. കൃത്യമായി തന്നെ ആ കാര്യത്തിലേക്ക് പറയാം. ഒന്ന്, ആദ്യം ഈ പറയുന്ന സസ്പെൻഷൻ്റെ കാര്യത്തിൽ വിശദീകരണം ചോദിച്ചില്ല എന്ന വാദമുഖം ശരിയല്ല. വിശദീകരണം ചോദിച്ചിരുന്നു, അദ്ദേഹം വിശദീകരണം നൽകിയിരുന്നു. അതിൽ വ്യക്തതയില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടാമത് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അതിന് 3 ദിവസമായിട്ട് അദ്ദേഹം മറുപടി നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ സസ്പെൻഷൻ തുടരുന്നത് എന്നതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, ജയിക്ക് പറഞ്ഞത് ഈ ഹൈക്കോടതിയിൽ നിന്നും ഇദ്ദേഹത്തിന് അനുകൂലമായി വിധിയൊന്നും കിട്ടിയിട്ടില്ലല്ലോ. ജയിക്ക് പറഞ്ഞ കേട്ടൊന്നും ഹൈക്കോടതി കൃത്യമായിട്ട് അദ്ദേഹത്തോട് രജിസ്ട്രാറായിട്ട് തുടരൂ എന്ന് പറഞ്ഞു എന്ന് തോന്നും. അദ്ദേഹം കേസ് പിൻവലിച്ചപ്പോൾ അവിടെ കേസേ നിലവിലില്ല, അത് കാരണം കേസ് കേൾക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം ഹൈക്കോടതി പറഞ്ഞതെന്നാണ് ആ കോടതി വിധി വായിക്കുന്ന ആർക്കും മനസ്സിലാവുന്നത്. രണ്ട്, നിരന്തരം പറയുന്നത് RSSന്റെ ദാസ്യവൃത്തി ചെയ്യുന്ന ഗവർണർ എന്നുള്ള വാദമുഖവും ഞാൻ ഈ ചർച്ചയിടയിൽ ജയിക്ക് പറയുന്നത് കേട്ടു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മലയാളം സർവകലാശാല
സർവകലാശാല VC ആരാണ് ജയിക്കെ? അത് ഒരു CR പ്രസാദ് അല്ലേ? അദ്ദേഹത്തെ ഇപ്പോഴല്ലേ നിങ്ങൾ വെച്ചിട്ട് ആദരിച്ചത് കഴിഞ്ഞ 2 ദിവസം മുമ്പ്? അതുപോലെ തന്നെ കുഫോസിന്റെ VC ഡോക്ടർ ബിജുവിനെയും നിങ്ങൾ ആദരിച്ചില്ലേ? അദ്ദേഹത്തെയും വെച്ചത് ഗവർണറല്ലേ? അപ്പോൾ ഇവരെല്ലാം കാവ്യവൽക്കരണത്തിന്റെ വക്താക്കളാണോ? ഇവരെല്ലാം RSSന്റെ ശാഖയിൽ കൂടെയാണോ വളർന്നു വന്നത്? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത നിയമങ്ങൾ ചെയ്യുമ്പോൾ, നിയമനങ്ങൾ നടക്കുമ്പോൾ അതെല്ലാം RSSന്റെ കാവ്യവൽക്കരണമെന്നും BJPയുടെ തെറ്റായ നയമെന്നും പറയുന്നത് ശരിയല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പലതും നടക്കുന്നുണ്ട്, ഇതൊന്നും അറിയില്ല എന്ന് വിചാരിക്കരുത്. ഇനി അടുത്ത ഒരു ആരോപണം ഉടനെ തന്നെ അടുത്ത ദിവസങ്ങളിൽ ഇനിയിപ്പോൾ ഗോപികൃഷ്ണന് ചർച്ചയ്ക്ക് വെക്കാൻ പറ്റും. എങ്ങനെയാണ് AKG സെൻറ്റർ 28 സെൻറ്റ് മാത്രമുള്ള AK ഗോപാലൻ റിസർച്ച് സെൻറ്റർ ഇപ്പോൾ 1 ഏക്കറിലേക്ക് പടർന്ന് പന്തലിച്ചതെന്നും ആ കയ്യേറ്റത്തെ എങ്ങനെയാണ് ഇത്തരം കയ്യേറിയപ്പോൾ സിൻഡിക്കേറ്റും സെനറ്റും എല്ലാം ചേർന്നിട്ട് VC ഒക്കെ ഇതിനെ എങ്ങനെയാണ് ന്യായീകരിച്ച് നിയമപരമാക്കി കൊടുത്തതിൻ്റെയൊക്കെ തെളിവുകളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. ആ കാര്യത്തിലേക്കൊക്കെ കടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാവ്യവൽക്കരണത്തെക്കുറിച്ച് ജയിക്കിന് ദിവസവും ചാനലിരുന്ന് പറയേണ്ടി വരും. നിയമത്തിൻ്റെ നൂലാമാലകൾ നിങ്ങൾക്കെതിരായിട്ട് വരും. ഇതെല്ലാം നിങ്ങൾക്ക് അനുഭവിക്കാൻ പോവുകയാണ്, ഒരു സംശയവുമില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഇതൊരു സസ്പെൻഷൻ മാത്രമാണ്. ഈ സസ്പെൻഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ചർച്ചയ്ക്ക് വരുവാണെങ്കിൽ അല്ലെങ്കിൽ സെനറ്റിലേക്ക് വരുവാണെങ്കിൽ മാത്രമാണ് സെനറ്റിന് നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളോട് തീരുമാനമെടുക്കാൻ പറ്റുക. സെനറ്റ് ഏതായാലും ഒരു 24/7 ആക്ഷൻ ബോഡി അല്ലല്ലോ. VC ആണ് അത് ഇത്തരത്തിൽ ഓരോ ദിവസവും അല്ലെങ്കിൽ 3 മാസമോ 6 മാസം കൂടുന്ന സെനറ്റിൽ കൂടുതൽ മാത്രമല്ല തീരുമാനം എടുക്കുന്നത്. VC എടുക്കുന്ന തീരുമാനങ്ങൾ അതുകൊണ്ട് തന്നെ സെനറ്റിൽ വന്ന് സെനറ്റ് തെറ്റാണെന്ന് പറഞ്ഞാൽ ചെയ്യാം. പക്ഷേ അവിടെ ഹൈക്കോടതിയിൽ അന്ന് കേസ് ഉണ്ടായിരുന്നു. ഇവിടെയാണ് CPM-ന് തെറ്റിയത്, ഇടതുപക്ഷം തെറ്റിയത്. തീരുമാനമെടുക്കാനുള്ള അവസരമായി പോയി ഇതെല്ലാം. അങ്ങനെ അത് ഇടതുപക്ഷത്തിന് നേരെ തിരിയാൻ പോകുന്നു എന്നാണ് BRM ഷഫീർ പറഞ്ഞത്. അതിനോട് അടക്കമുള്ള മറുപടി. തീർച്ചയായിട്ടും ഇപ്പോൾ ദീർഘസമയം എടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ പ്രതിനിധിയും മറ്റാളുകളും ഇപ്പോൾ സർവകലാശാല സൈബ് യൂണിവേഴ്സിറ്റി ഫോറോ അങ്ങനെ ഒരു സ്വയം പ്രഖ്യാപിത സംഘടനയുണ്ടല്ലോ. അപ്പോൾ അത്തരം ആളുകളൊക്കെ ഈ ചർച്ചയിൽ ഒരേപോലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് സ്വീകരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ചോദ്യം ചെയ്തിട്ടുള്ള ഭരണഘടനാ വിരുദ്ധതകളെ, നിയമവിരുദ്ധതകളെ ഒക്കെ വെളുപ്പിക്കാൻ, അതിനെയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. ഇത് കാര്യം ലളിതമല്ല, ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോൾ എന്നേക്കാൾ കൂടുതൽ അഭിഭാഷക പാണ്ഡിത്യവും സർവകലാശാല നിയമങ്ങളെക്കുറിച്ച് അറിവും ഒക്കെയുള്ള ആളുകളുണ്ടല്ലോ. പ്രത്യേകിച്ച് വ്യവഹാരങ്ങളിൽ പ്രത്യേക താല്പര്യമുള്ള ആളുകൾ, അതിൽ ബിരുദമുള്ള ആളുകളൊക്കെ ഉണ്ടല്ലോ. ഞാൻ സൂക്ഷ്മതയിലേക്കല്ല പോകുന്നത്. സർവകലാശാല രജിസ്ട്രാറെ നിയമിക്കാനും അദ്ദേഹത്തെ നടപടിയെടുക്കാനുമുള്ള അവകാശം ആർക്കാണ്? ലളിതമാണ്. അത് സർവകലാശാല ചട്ടത്തിൽ പറയുന്നുണ്ട്. എന്നാണ് സർവകലാശാല ചട്ടത്തിൽ പറയുന്നത്? ഞാൻ മനസ്സിലാക്കുന്നു 12-ാം ഭാഗത്ത് രജിസ്ട്രാർ എന്ന തലവാചകത്തോടുകൂടെ കേരള യൂണിവേഴ്സിറ്റി ആക്ടിൽ പ്രത്യേകം വിശദീകരിക്കുന്നുണ്ട്. ആ വിശദീകരിക്കുന്ന 1-ാമത്തെ വാചകം അഭിഭാഷകരോ പാണ്ഡിത്യമോ ഒന്നും വേണ്ടതില്ല. അല്പ നിലയിൽ കാര്യങ്ങളെ സാംശീകരിക്കാൻ, അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കുന്ന വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കാൻ, മനനം ചെയ്യാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടും. സർവകലാശാല ചട്ടം എന്നാണ് പറയുന്നത്. ദ രജിസ്ട്രാർ ഷാൽ ബി എ ഓൾ ടൈം സാലറീഡ് ഓഫീസർ ഓഫ് ദ യൂണിവേഴ്സിറ്റി ആൻഡ് ഷാൽ ബി അപ്പോയിന്റഡ് ബൈ ദ സിൻഡിക്കേറ്റ്. അങ്ങനെയാണ് പറയുന്നത്. സർവകലാശാല വൈസ് ചാൻസലർക്ക് അക്കാര്യത്തിൽ ഒരു അവകാശവുമില്ല, ഒരു അധികാരവുമില്ല. സർവകലാശാല വൈസ് ചാൻസലർക്ക് ആർക്കെതിരെ നടപടിയെടുക്കാൻ കഴിയും? ഞാൻ പറഞ്ഞു, ഡെപ്യൂട്ടി രജിസ്ട്രാർ, ജോയിന്റ് രജിസ്ട്രാർ, AR, SO, ഈ കാര്യങ്ങൾക്കകത്ത് AR മുതൽ താഴേക്കുള്ളവരെ മാത്രമാണ് സർവകലാശാല വൈസ് ചാൻസലർക്ക് ചോദ്യം ചെയ്യാൻ, നടപടിയെടുക്കാനും അവകാശമുള്ളത്. ബാക്കി എല്ലാ കാര്യത്തിലും അധികാരം എന്ന് പറയുന്നത് സർവകലാശാല സിൻഡിക്കേറ്റിനാണ്. പിന്നെ ഉയർന്നു വന്ന മറ്റൊരു പ്രധാനപ്പെട്ട നുണയെന്താണ്? അവർ പറയുന്നു, ഇങ്ങനെ സർവകലാശാല വൈസ് ചാൻസലറുടെ അനുമതി ഇല്ലാതെ അല്ലെങ്കിൽ സർവകലാശാല വൈസ് ചാൻസലറുടെ സമ്പൂർണ്ണമായ ഒത്താശയില്ലാതെ നിങ്ങൾക്ക് സിൻഡിക്കേറ്റ് ചേരാൻ കഴിയുമോ? കോൺഗ്രസ് പ്രതിനിധി വാദിച്ച് BJP നേതാക്കന്മാരെ കൂടുതൽ വാശിയോടുകൂടെ പറഞ്ഞത് എന്താണ്? കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇവിടെ അറൈസ് ചെയ്തിട്ടുണ്ട്. അതുപ്രകാരം കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ സിൻഡിക്കേറ്റും സർവകലാശാല വൈസ് ചാൻസലറും വരുമ്പോൾ സർവകലാശാല വൈസ് ചാൻസലർക്കാണ് സേ. ഞാൻ വിനീതമായി അങ്ങയോട് ചോദിക്കട്ടെ, ഏത് അഭിഭാഷക പാണ്ഡിത്യത്തിൽ നിന്നാണ്, ഏത് കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് അങ്ങ് ഈ പരമ അബദ്ധം, പച്ചക്കള്ളം, യാതൊരു ഉത്തരവാദിത്വമില്ലാതെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ഞാനൊരു ഭാഗം അങ്ങയോട് തിരികെ പറയാം. അത് കോടതിയുടെ സമക്ഷത്തു നിന്ന് കേരള ഹൈക്കോടതിയിൽ ഉണ്ടായിട്ടുള്ള വിധിയാണ്. ഷേർലി രാജൻ വേഴ്സസ് കേരള യൂണിവേഴ്സിറ്റി 2018 വിധിയുടെ 12-ാം ഭാഗത്തിൽ അർത്ഥശങ്കകൾക്കിടയില്ലാത്ത വണ്ണം കേരളത്തിന്റെ ഹൈക്കോടതി പറയുന്നു, ദ വൈസ് ചാൻസലർ കാനോട്ട് ഓവർ റൂൾ ദ ഡിസിഷൻ ഓഫ് സിൻഡിക്കേറ്റ്. ഞാൻ ആ ഭാഗം പൂർണ്ണമായി വായിച്ചു കേൾപ്പിക്കണോ? 12 ഹൈക്കോടതി വിധിച്ചു കേരള യൂണിവേഴ്സിറ്റി കേസിൽ. എന്താണ് പറയുന്നത്? In the above view of the matter, the stand taken by the respondent university that the vice chancellors have decided not to implement a decision of the syndicate cannot be countenanced. അത് ആ ഭാഗമുണ്ട്, ആ ഭാഗം ഞാനും കണ്ടതാണ്. ഏതായാലും ഒരു കാര്യം നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ പറയാം. അതായത്
രണ്ട് രജിസ്ട്രാറുമായാണ് കേരള സർവകലാശാലയുടെ ഇപ്പോഴത്തെ പോക്ക്. അതിലെ ഏത് രജിസ്ട്രാർ ആയിരിക്കും ഒടുവിൽ ഉണ്ടാവുക എന്നതിൽ ചാൻസലറുടെ ഇടപെടൽ നിർണായകമാകുമോ എന്നതിനനുസരിച്ചിരിക്കും ഇനി സർവകലാശാലയെ ചുറ്റിപ്പറ്റിയിട്ടുള്ള രാഷ്ട്രീയ പോര്. അതിൽ ആരൊക്കെ ഏതൊക്കെ പക്ഷത്താണെന്നും അവരുടെ നിലപാടുകൾ എന്താണെന്നും വരും മണിക്കൂറുകളിൽ വ്യക്തമാകും. ഏതായാലും ചുരുക്കത്തിൽ കേരള സർവകലാശാലയിലെ പോക്ക് നല്ല നിലയ്ക്കല്ല എന്ന് നമുക്ക് ഈ സംഭവങ്ങളിൽ നിന്ന് വ്യക്തമാകും. അത് തിരുത്തേണ്ടവർ തിരുത്തട്ടെ. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.